നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ രാത്രിയിൽ തന്നെ കാൻ സിറ്റിയിൽ നിന്ന് ചിൽഷെയറിലേക്ക് തിരിച്ചു. ശരിക്കും അർദ്ധരാത്രിയോട് അടുപ്പിച്ചാണ് മാർക്ക് ഫെല്ലറുടെ വിമാനം ചിൽഷെയറിലെ ചിൽറ്റൗണിൽ എത്തിയത്. രാത്രിയിൽ റിച്ചാർഡ് വൂവിന്റെ വീട്ടിൽ ചെന്ന് ഷിയ വൂവിനെ വിളിച്ചുണർത്തുന്നത് ശരിയാണോ എന്നൊരു സംശയം മാർക്കിനുണ്ട്. എന്നാലും കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള മാർക്ക് അതിവേഗം എയർപോർട്ടിൽ നിന്ന് ഷിയ വൂവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലർ ഷിയ വൂവിന്റെ വീടിനടുത്ത് എത്താറാകുന്ന ആ സമയത്ത് ശരിക്കും ഷിയയുടെ വീടിന് മുന്നിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്. വീടിന്റെ പൂമുഖത്ത് റിച്ചാർഡ് വൂവും ഷിയ വൂവും നിൽക്കുകയാണ്. അവർക്ക് നേരെ മുന്നിലായി കറുത്ത വസ്ത്രം ധരിച്ച മൂന്നാളുകൾ അവർ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏയ്, ചോദിച്ചിട്ടില്ലേ ആരാ നിങ്ങൾ? റിച്ചാർഡ് വൂ ആ ചോദ്യം ഇത് മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നത്. റിച്ചാർഡ് വൂവിനെയും ഷിയ വൂവിനെയും സൂക്ഷിച്ചു നോക്കുന്ന ആ അപരിചിതർ റിച്ചാർഡ് വൂവിനെ അവഗണിച്ചുകൊണ്ട് ഷിയ വൂവിനോട് പറഞ്ഞു, ഏയ് ഞങ്ങൾക്ക് അത് വേണം. ഏയ് നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്ത് വേണമെന്നാ പറയുന്നത്? ഏയ് സുന്ദരിക്കുട്ടി, നിനക്കറിയാം ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഷിയ വൂവിനോടുള്ള ആ അപരിചിതന്റെ ആ വാചകം റിച്ചാർഡ് വൂവും കേട്ടു. റിച്ചാർഡ് വൂ ലേശം കൗതുകത്തോടെയും അതേസമയം അറിയാനുള്ള ആകാംക്ഷയോടെയും ഷിയയും ആ അപരിചിതനെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്? ഏയ് ഈ അർദ്ധരാത്രി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. റിച്ചാർഡ് വൂവിന്റെ സൈന്യവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ബ്ലാക്ക് കുടുംബത്തിലെ ഷാൻഹായി ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും റിച്ചാർഡ് വൂവിന് ഇപ്പോഴും സൈന്യത്തിൽ ആളുകളെ പരിചയമുണ്ട്. പിന്നെ പോലീസ് സംവിധാനം എപ്പോ വേണമെങ്കിലും റിച്ചാർഡ് വൂ വിളിച്ചാൽ അവിടെ എത്തുകയും ചെയ്യും. ആ കാര്യം റിച്ചാർഡിന് അറിയാം. ആ ഒരു ധൈര്യത്തിലാണ് റിച്ചാർഡ് അവരോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ആ മൂവരിൽ ഒരാൾ റിച്ചാർഡ് വൂവിനോട് പറഞ്ഞു, ഏയ് മിണ്ടാതിരിക്കേ. റിച്ചാർഡ് വൂവിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതിന് ശേഷം ആൾ ഷിയയ്ക്ക് നേരെ തിരിഞ്ഞു. ഏയ് പെൺകുട്ടി, ഞങ്ങൾ പറഞ്ഞത് നീ ചെയ്താൽ നിനക്ക് കൊള്ളാം. ഏയ് നിങ്ങളോടല്ലേ പറഞ്ഞത് എന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന്? ഷിയ അങ്ങനെ പറഞ്ഞതും ആ മൂവർ സംഘം പരസ്പരം ഒന്ന് നോക്കി. അവർ ഷിയോട് പറഞ്ഞു, ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം തന്നില്ല എങ്കിൽ ഞങ്ങൾക്കത് എടുക്കാൻ അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ആ മൂവർ സംഘം ഷിയയ്ക്ക് നേരെ നടന്നു തുടങ്ങിയതും ഷിയ പെട്ടെന്ന് മുന്നോട്ട് കയറി. ഏയ് വീടിനകത്തേക്ക് കടക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കയറിയ ഷിയാവു പെട്ടെന്നാണ് അവളുടെ ബോഡി ഒന്ന് ചലിപ്പിച്ചത്. ശരിക്കും അവൾ കൈയൊന്ന് അനക്കിപ്പോ അവൾക്ക് ചുറ്റും ഒരു ഓറ അതിവേഗം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ആ ഓറ ഉണ്ടാക്കിയ പ്രഷർ റിച്ചാർഡ് വൂവിനെ തെല്ലൊന്ന് പുറകോട്ട് ചലിപ്പിക്കുകയും ചെയ്തു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്റെ മകൾ ഷിയ ഇതാ ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എത്ര ശക്തി പ്രകടിപ്പിക്കുമോ അത്രയും ശക്തി ഇതാ ഷിയ വൂ പ്രകടിപ്പിക്കുകയാണ്. ഷിയ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയ കാര്യം ശരിക്കും റിച്ചാർഡ് വൂ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കാഴ്ച കണ്ട ആ അപരിചിതർ ഷിയോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിനക്ക് ദോഷമായി മാറും. അങ്ങനെ അപരിചിതരിൽ ഒരാൾ പറഞ്ഞതും ഷിയ മുന്നോട്ട് കുതിച്ചൊരൊറ്റ ഇടി. ശരിക്കും ഒരു ഗ്രാൻഡ് മാസ്റ്റർ പവർ എന്താണെന്ന് ആ അപരിചിതരെ കാണിച്ചു കൊടുക്കണമെന്ന് ഷിയയ്ക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഷിയ ആഞ്ഞിടിച്ചത്. ഷിയ ആഞ്ഞിടിച്ചതും ഷിയുടെ എതിരാളിയും ഒന്ന് കൈ മുന്നോട്ട് ചലിപ്പിച്ചു. അയാള് കൈ മുന്നോട്ട് ചലിപ്പിച്ചപ്പോ ഷിയ ശരിക്കും പുറകോട്ട് എടുത്തെറിയപ്പെടുകയാണ്. ഷിയ ആഞ്ഞിടിച്ച കക്ഷി സത്യത്തിൽ ഒരു മാർക്വിസ് ആണെന്ന് ദൂരേക്ക് തെറിച്ച് വീണപ്പാണ് ഷിയ വൂക്ക് മനസ്സിലായത്. ആ കക്ഷി മാത്രമല്ല, അയാളുടെ കൂടെയുള്ള രണ്ടാളുകളും മാർക്വിസുകളാണ്. 3 മാർക്വിസുകളാണ് അവിടെ നിരന്നു നിൽക്കുന്നത്. ദൂരേക്ക് തെറിച്ച് വീണ ഷിയെ കണ്ട റിച്ചാർഡ് വൂ ഓടി ഷിയുടെ അടുത്തെത്തി. അയാൾ ഷിയെ പിടിച്ചെടിപ്പിക്കാൻ, മോളെ എന്തു പറ്റി? മോളെ എന്താ? മോളെ നിനക്ക് കുഴപ്പമുണ്ടോ? അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷിയ എണീറ്റു. ഷിയ എണീറ്റിട്ട് വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. അവൾക്ക് തന്റെ എതിരാളികൾ മാർക്വിസ് ആണെന്നുള്ള കാര്യം ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. മുന്നോട്ട് കുതിച്ച ഷിയ അതിശക്തമായി ആഞ്ഞൊന്നിടിച്ചതും ഷിയുടെ ആ കൈയിൽ ഷിയ ഇടിച്ച ആള് ഒന്ന് പിടിച്ചു. അയാൾ ആ കൈ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ഷിയുടെ കഴുത്തിലേക്ക് അമർത്തി. ഷിയുടെ കഴുത്തിലേക്ക് അമർത്തിയ ആ മനുഷ്യൻ ഷിയെ ഒറ്റ കൈ കൊണ്ട് എടുത്തു പൊക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം. വെറുമൊരു കൊച്ചു പെൺകുട്ടിയായ ഷിയ വൂവിനെ
അയാൾ അങ്ങനെ എടുത്തു പൊക്കിയതും ആ കാഴ്ച കണ്ട റിച്ചാർഡ് അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് ഓടി വന്ന് ഒരൊറ്റ വെട്ട് ഷിയാവോന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ആളുടെ തലയിലേക്ക് അയാൾ ആഞ്ഞൊരൊറ്റ വെട്ട് വെട്ടുകയാണ്. മകളെ രക്ഷിക്കാനായി വേറെ ഒരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് റിച്ചാർഡ് വു അങ്ങനെ ചെയ്തത്. പക്ഷേ റിച്ചാർഡ് വുവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ കത്തി അയാളുടെ തലയെ തട്ടി ഒന്ന് വളഞ്ഞു. ഷിയാവുവിന്റെ കഴുത്തിലെ പിടിവിടാതെ തന്നെ ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു. ശരിക്കും ഇപ്പോ റിച്ചാർഡ് വാ പൊളിച്ചങ്ങനെ നിൽക്കുകയാണ്. അയാൾ അമ്പരപ്പോടെ കയ്യിലിരിക്കുന്ന കത്തിയിലേക്കും അയാളുടെ മുന്നിൽ നിൽക്കുന്ന ആളിലേക്കും നോക്കി. അയാളുടെ തലയിൽ ഒരു പരിക്കുമില്ല. ശരിക്കും ഒരു പാറപ്പുറത്ത് കമ്പ് കൊണ്ട് അടിക്കുന്ന അതേ ഇഫക്റ്റ് ആ കത്തിക്ക് അയാളുടെ തലയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. റിച്ചാർഡ് വൂവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അയാളുടെ ഇടത് കൈ ഒന്ന് അനക്കി. ശരിക്കും അയാൾ കാഷ്വലായിട്ടൊന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ അയാൾക്കും റിച്ചാർഡ് വൂവിനും ഇടയിൽ ഒരു കാറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. ആ കാറ്റ് റിച്ചാർഡിനെ എടുത്തങ്ങ് എറിഞ്ഞു. റിച്ചാർഡ് വൂ തെറിച്ച് ദൂരേക്ക് വീണതും ആ മനുഷ്യൻ ഷിയാവുവിന്റെ കഴുത്തിലെ പിടി ഒന്നുകൂടെ മുറുക്കിയിട്ട് അയാളുടെ ഇടത് കൈ റിച്ചാർഡ് വൂവിന്റെ നേരെ നീട്ടി. റിച്ചാർഡിന്റെ വായ്ക്കുഴി രക്തം ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അയാളുടെ മുതുകിടിച്ച് അയാൾ വീണിരിക്കുന്നത്. വളരെ പാടുപെട്ട് വീണ സ്ഥലത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന അയാളുടെ ബോഡിക്ക് നേരെ ആ മനുഷ്യന്റെ ഇടത് കൈ ഒന്ന് ചലിച്ചതും ഒരു പ്രകാശം അയാളുടെ കയ്യിൽ നിന്ന് റിച്ചാർഡിന്റെ പുറത്തേക്ക് വീണു. ശരിക്കും നീല നിറത്തിലുള്ള ഒരു പ്രകാശമാണ് റിച്ചാർഡ് വൂവിന്റെ പുറത്ത് വീണത്. ആ പ്രകാശം റിച്ചാർഡ് വൂവിന്റെ പുറത്ത് വീണതും റിച്ചാർഡ് ഒന്ന് പൊങ്ങി താഴേക്ക് വീണു. അയാളുടെ ബോഡി ശരിക്കും നുറുങ്ങിയിരിക്കുകയാണ്. അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ രക്തം ഒലിച്ചു തുടങ്ങി. പാടുപെട്ട് റിച്ചാർഡ് പിന്നെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാഴ്ച കൃത്യമായിട്ടും ഷിയാവുവിന് കാണാം. ഷിയ ആ മനുഷ്യന്റെ കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ റിച്ചാർഡ് വൂ ഒരു പരുവത്തിൽ എണീക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു, അത് ശരി, നീ ചത്തില്ലല്ലേ, നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്നുകൂടെ അനക്കി. ആ നിമിഷത്തിൽ അതിശക്തമായ ഒരു പ്രകാശം അയാളുടെ കയ്യിൽ നിന്ന് റിച്ചാർഡ് വൂവിന്റെ നെഞ്ചിന് നേരെ പാഞ്ഞു വന്നതും ആ പ്രകാശത്തെ ഒരു സുവർണ പ്രകാശം പെട്ടെന്ന് തടുത്തു. റിച്ചാർഡ് വൂവിന്റെ നെഞ്ചിന് തൊട്ടു മുന്നിൽ വെച്ചാണ് ആ സുവർണ പ്രകാശം ആ നീലപ്രകാശത്തെ തടുത്തത്. അത് കണ്ടതും ആ മനുഷ്യനൊപ്പമുള്ള ബാക്കി രണ്ട് കറുത്ത വസ്ത്രധാരികളും ആ പ്രകാശത്തിന്റെ സോഴ്സിലേക്ക് നോക്കുമ്പോൾ സാക്ഷാൽ മാർക്ക് ഫെല്ലർ അങ്ങോട്ട് കയറി വരികയാണ്. മാർക്ക് ഫെല്ലറെ കണ്ടതും ഷിയയുടെ കഴുത്തി പിടിച്ചിരിക്കുന്ന ആള് ഷിയയെ താഴേക്ക് എറിഞ്ഞു. മാർക്കിനെ കണ്ടതും ഷിയ മാർക്കിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാർക്ക്, അച്ഛനെ രക്ഷിക്കേ. കേൾക്കേണ്ട താമസം മാർക്ക് ഓടി റിച്ചാർഡ് വൂവിന്റെ അടുത്തെത്തി. റിച്ചാർഡ് വൂവിന്റെ അടുത്തെത്തിയ മാർക്കിന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി റിച്ചാർഡിന്റെ ബോഡിയിലേക്ക് ഒന്ന് കയറ്റി. ശരിക്കും സ്പിരിച്വൽ എനർജി ബോഡിയിലേക്ക് കയറിയപ്പോൾ റിച്ചാർഡിന് എണീക്കാനുള്ള ഒരു സാഹചര്യമായി. ഒരു പരുവത്തിൽ മാർക്ക് ഫെല്ലർ റിച്ചാർഡിനെ അവിടെ നിന്ന് എണീപ്പിക്കുമ്പോൾ ഈ കാഴ്ച കൗതുകപൂർവ്വം കണ്ടു നിൽക്കുകയാണ് ആ മൂവർ സംഘം. മാർക്ക് റിച്ചാർഡിനെ എണീപ്പിച്ച് അവിടെയുള്ള ഒരു കസേരയിൽ കൊണ്ടുവന്നിരുത്തി. മാർക്ക് റിച്ചാർഡിനോട് പറഞ്ഞു, അങ്കിള് ഇനി ഇടപെടണ്ട, ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മാർക്ക് ഫെല്ലർ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ റിച്ചാർഡിന് ഒരു ആശ്വാസം ഉണ്ടായി. അത് അയാളുടെ മുഖത്ത് ദൃശ്യമാണ്. മാർക്ക് ഫെല്ലർ ആ മൂവർക്ക് നേരെ തിരിഞ്ഞതും അവർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങൾക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരു കാര്യം അന്വേഷിച്ച ഇവിടെ വന്നത്. നിങ്ങളുമായി ഉടക്കാൻ ഞങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ അന്വേഷിക്കുന്ന കാര്യം കിട്ടിയാലുടൻ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം. ഞങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇടപെടരുത്. വളരെ വ്യക്തമായിട്ട് തന്നെ ആ മൂവർ സംഘം മാർക്കിനോട് ആ കാര്യം പറഞ്ഞതും മാർക്ക് അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ആരാ? ഓ മാർക്ക് ഫെല്ലർ, അത് ഞങ്ങൾ പറഞ്ഞില്ലല്ലേ. ഞങ്ങൾ മൂവരും ഹാൻ പാലസിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഹാൻ പാലസിൽ നിന്ന് അവിടെ എത്തിയിരിക്കുന്ന ആ മൂവർ സംഘം എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് ഇപ്പോ മാർക്കിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഷിയ വൂവിൽ നിന്ന് മാസ്കിനെ കുറിച്ചുള്ള വിവരം എങ്ങനെയോ ചോർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് മാർക്ക് അവരോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഇവിടെ വന്നത് മോഷണത്തിനാണ്. നിങ്ങളുടെ മോഷണത്തിന്
ഞാനും കൂട്ടുനിൽക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? മാർക്ക് ഫെല്ലർ, ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. ഞങ്ങളുടെ ഇടപാടിൽ നിങ്ങൾ തടസ്സം നിൽക്കരുത്. അത് പറ്റില്ലല്ലോ. നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും അത് മോഷണമാണ്. നിങ്ങളുടെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടെയുള്ള സാധനം എടുക്കാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ വന്നിരിക്കുന്നത് മോഷണത്തിനാണെന്നാണ്. നിങ്ങളുടെ മോഷണത്തിന് ഞാൻ എന്തായാലും കൂട്ടുനിൽക്കില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ മൂവർ സംഘത്തിലെ ഒരാൾ മാർക്കിന് നേരെ ഒന്ന് കുതിച്ചു. മാർക്ക് അയാൾക്ക് നേരെ. അതിശക്തരായ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ ആരംഭിക്കുകയാണ്. മാർക്കിന്റെ നേരെ അയാൾ കുതിച്ച് ആഞ്ഞിടിച്ചതും മാർക്ക് ഫെല്ലറും അയാൾ ആഞ്ഞിടിച്ചു. ഇടിയേറ്റ് അയാൾ ഒത്തിരി ദൂരേക്ക് പിന്തള്ളപ്പെട്ടു. മാർക്ക് ഫെല്ലർ, നിന്റെ റെപ്യൂട്ടേഷൻ നീ നിലനിർത്തിയിരിക്കുകയാണല്ലോ. മാർക്കിന്റെ ഒറ്റ ഇടിയിൽ ഒത്തിരി പുറകിലേക്ക് അയാൾ തെറിക്കപ്പെട്ടത് കൊണ്ടാണ് അയാൾ ആ വാചകം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അയാളുടെ കൂട്ടുകാരെ ഒന്ന് നോക്കി. ആ മൂവർ സംഘം പെട്ടെന്ന് അവരുടെ കൈകൾ ഒന്ന് അനക്കി. അവരെ കൈകൾ അനക്കിയതും അവരുടെ കൈകൾക്കുള്ളിലായി നീല നിറത്തിലുള്ള പ്രകാശം ഉണ്ടായി. ശരിക്കും നല്ല ഭംഗിയുള്ള നീലപ്രകാശം. അതാണ് ഇപ്പോൾ അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കുന്നത്. ആ പ്രകാശം അവരുടെ കൈകളിൽ ഉണ്ടായതും ആ മൂവർ സംഘം ഒന്നിച്ച പ്രകാശത്തെ മാർക്ക് നേരെ ഒന്ന് ചലിപ്പിച്ചു. മാർക്ക് ഇതുപോലുള്ള ഒരുപാട് ഇടപാടുകൾ കാണുന്ന ആളായതുകൊണ്ട് മാർക്ക് ആ പ്രകാശം തന്റെ നേരെ പാഞ്ഞു വരുന്ന കണ്ടതും പെട്ടെന്ന് സെയിന്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു സുവർണ പ്രകാശം ഉടൻ തന്നെ ഉണ്ടായി. മാർക്കിന്റെ പ്രൊട്ടക്ഷൻ ആണല്ലോ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്. ആ സെയിന്റ്ലി ബോഡി ടെക്നിക് മാർക്കിന് ചുറ്റും ആക്ടിവേറ്റ് ചെയ്ത ആ നിമിഷത്തിൽ ആ നീലപ്രകാശം മാർക്കിന്റെ പുറത്തു പതിച്ചു. നീലപ്രകാശം മാർക്കിന്റെ പുറത്തു പതിക്കുന്ന സമയത്ത് അത് അനവധി റേസായി മാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രകാശം തന്റെ സെയിന്റ്ലി ബോഡി ടെക്നിക്കിൽ തട്ടി ചിതറുന്നത് പ്രതീക്ഷിച്ച മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് ബ്രേക്ക് ചെയ്ത് ആ പ്രകാശം മാർക്കിന്റെ ബോഡി തൊട്ടു. മാർക്കിന്റെ ബോഡിയിൽ അങ്ങോളം ഇങ്ങോളം ആ പ്രകാശം തൊടുകയാണ്. ആ പ്രകാശം മാർക്കിന്റെ ബോഡി തൊടുമ്പോൾ മാർക്ക് ഒന്ന് വിറച്ചു. ശരിക്കും തണുപ്പ് കൊണ്ടാണ് മാർക്ക് വിറച്ചത്. ഐസ് കോൾഡ്, അങ്ങനെ ആ പ്രകാശത്തെ നമുക്ക് വിളിക്കാൻ പറ്റും. ഐസിന്റെ അത്രയും തണുപ്പുള്ള നീല നിറത്തിലുള്ള പ്രകാശം മാർക്കിന്റെ ബോഡിയിൽ അങ്ങോളം ഇങ്ങോളം സ്പർശിച്ചതും മാർക്ക് ഒന്ന് കൈകുടയാൻ ശ്രമിക്കുകയാണ്. ശരിക്കും മാർക്ക് ആ പ്രകാശത്തെ തന്റെ ബോഡിയിൽ നിന്ന് തെറിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ നിമിഷത്തിൽ മാർക്കിന് ഒരു കാര്യം കൂടി മനസ്സിലായി. മാർക്കിന് ചലിക്കാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ബോഡി ഏതാണ്ട് ഒരു പ്രതിമയുടെ ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് ബോഡിക്കുള്ളിലെ ഇന്റേണൽ എനർജി ഒന്ന് സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതും നടക്കുന്നില്ല. മാർക്കിന്റെ പുറത്തു വീണ ആ നീലപ്രകാശം കൃത്യമായിട്ടും അക്യു പോയിന്റുകൾ സീൽ ചെയ്യത്തക്ക ശൈലിയില വീണിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് ഒരു പിടിയില്ല. പെട്ടെന്ന് മാർക്ക് താഴേക്ക് വീണത്. ശരിക്കും ഒരു വാഴ വെട്ടിയിട്ടതുപോലെ മാർക്ക് താഴേക്ക് വീണു. താഴെ വീണ മാർക്ക് തന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ആ ബോഡിയെ സീൽ ചെയ്തിരിക്കുന്ന സീൽ പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് കണ്ടതും ആ കറുത്ത വസ്ത്രധാരികളിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വൃഥാ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇത് ഡിവൈൻ നീഡിൽസ് ആണ്. ഞങ്ങളുടെ ഹാൻഡ് പാലസിന്റെ ഒരു മാജിക്കൽ സ്പെല്ലാണ്. ഈ നീഡിലുകൾ ഇപ്പൊ നിന്റെ അക്യു പോയിന്റുകളിൽ തറച്ചിരിക്കുകയാണ്. ആ അക്യു പോയിന്റുകൾ ആ നീഡിൽ ഉപയോഗിച്ച് സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് ആ അക്യു പോയിന്റുകളിലെ നീഡിലുകൾ അവിടെ നിന്ന് ഇളക്കാൻ പറ്റിയില്ല എങ്കിൽ നീ ഇവിടെ കിടന്ന് മരിക്കും. അതിന് അധിക സമയമൊന്നും വേണ്ട. മാർക്ക് ഫെല്ലറുടെ സകല അക്യു പോയിന്റുകളും ആ ഐസ് പോലെ തണുത്ത നീലപ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൂചികൾ കൊണ്ട് ഏതാണ്ട് സീൽ ചെയ്തിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിലെ ഇന്റേണൽ എനർജി മാർക്കിന് അനക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മാർക്ക് ആ വ്യക്തി പറഞ്ഞത് കേട്ടു. മാർക്ക് നിശബ്ദനായി മാർക്കിന്റെ ബോഡിയെ പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. മാർക്ക് പതുക്കെ പതുക്കെ തന്റെ ഇന്റേണൽ എനർജി ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിശക്തമായ പ്രഷറിലൂടെ
ആ നീഡിലുകൾ തെറിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്നൊരു ബോധ്യം ഇപ്പോഴും മാർക്കിനുണ്ട്. അതിന് മാർക്കിന്റെ ബോഡിയിലെ ഇന്റേണൽ എനർജി മുഴുവൻ മാർക്ക് കേന്ദ്രീകരിക്കണം. മാർക്ക് ആ പ്രക്രിയയിലേക്ക് അങ്ങനെ നീളുമ്പോൾ ഷിയ വുവിന് നേരെ ആ മൂവർ സംഘം തിരിഞ്ഞു കഴിഞ്ഞു. പെൺകുട്ടി, ആ മാസ്ക് എടുക്ക്. മാസ്കോ? ഏത് മാസ്ക്? നോക്ക്, ഞങ്ങളെ കൊണ്ട് കടും കാര്യങ്ങൾ ചെയ്യിക്കരുത്. നീ ഒരു നല്ല കുട്ടിയായിട്ട് ആ മാസ്ക് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അങ്ങനെ ആ ആളുകൾ പറഞ്ഞതും റിച്ചാർഡ് വു ഇരുന്ന കസേരന്ന് വീണ്ടും എണീറ്റു. അയാൾ ഇപ്പൊ കയ്യിലെടുത്തത് ഒരു വടിയാണ്. റിച്ചാർഡിന് എങ്ങനെയും മകളെയും മാർക്കിനെയും രക്ഷിച്ചേ പറ്റൂ. മാർക്ക് ഫെല്ലർ അയാളെ രക്ഷിക്കുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷെ മാർക്ക് എത്തി അധികം സമയം കഴിയുമ്പോൾ മാർക്കിനെ അവരിതാ തളച്ചിരിക്കുകയാണ്. ചിൽഷെയറിലെ ആ മിലിറ്ററി ഡിസ്ട്രിക്റ്റിന് നേതൃത്വം കൊടുത്തിരുന്ന റിച്ചാർഡ് വു ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും താമസിച്ചാൽ അപകടമാണെന്ന് റിച്ചാർഡ് വുവിന് നന്നായിട്ട് അറിയാം. റിച്ചാർഡ് വു ആ വടിയുമായി ചാടി എണീറ്റതും ആ മൂവർ സംഘത്തിലെ ഒരാൾ കൈ ഒന്ന് അനക്കിയതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും അതിശക്തമായ നീലപ്രകാശം ആ നിമിഷത്തിൽ റിച്ചാർഡ് വുവിന്റെ പുറത്തു പതിച്ചു. മാർക്ക് ഫെല്ലർ അല്ല റിച്ചാർഡ് വു. ആ നീലപ്രകാശം അയാളുടെ പുറത്ത് പതിച്ചതും റിച്ചാർഡ് വു ശരിക്കും ഒരു പന്ത് പറക്കും പോലെ പറന്ന് അവിടെയുള്ള ചുവരിലിടിച്ച് താഴേക്ക് വീണു. ശരിക്കും ചുവരവിടെ ഇല്ലെങ്കിൽ പന്ത് പോലെ അയാൾ ഒത്തിരി ദൂരേക്കങ്ങ് പോയിനെ. താഴേക്ക് വീണ റിച്ചാർഡ് വുവിന്റെ അവസ്ഥ വല്ലാതെ പരിതാപകരമാണ്. അയാൾക്ക് ഒരു അനക്കവുമില്ല. ഈ കാഴ്ച ഷിയ വു കണ്ടു. ഈ സമയത്ത് ഷിയുടെ കഴുത്തിൽ അതിൽ ഒരാൾ വീണ്ടും പിടിമുറുക്കിയിരുന്നു. ഷിക്ക് റിച്ചാർഡിന്റെ അടുത്തേക്ക് ഓടണമെന്നുണ്ട്. അവൾ ഉറക്കെ വിളിക്കുകയാണ്, ഡാഡി. അവൾ അങ്ങനെ വിളിച്ചിട്ടും റിച്ചാർഡിന് ഒരു അനക്കവുമില്ല. നിശ്ചലായി കിടക്കുന്ന മാർക്ക് ഫെല്ലറും വല്ലാത്തൊരു അവസ്ഥയിലാണ്. റിച്ചാർഡ് വു അനങ്ങുന്നില്ല എന്ന് കണ്ടതും ഷിയയുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം വന്നു. ശരിക്കും അവള് ദേഷ്യം കൊണ്ട് ആ നിമിഷത്തിലാ ഒന്ന് അലറിയത്. വല്ലാത്തൊരു ശബ്ദത്തോടുകൂടി ഷിയ വു ഒന്ന് അലറിയതും ഷിയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന ആ ആളിന്റെ കൈ ഒന്ന് വിറച്ചു. എന്താണ് സംഭവിക്കുന്നത് അയാൾക്ക് ഒരു പിടിയില്ല. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു അലർച്ചയാണ് ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തറയിൽ തന്റെ ഇന്റേണൽ എനർജി മുഴുവൻ ബോഡിയിൽ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്ന മാർക്ക് ഫെല്ലറും ആ കാഴ്ച കണ്ടു. മാർക്കും അമ്പരപ്പോടെ ഷിയെ നോക്കുമ്പോൾ ആ മുറിയിൽ ആകെ ഒരു വിറയൽ. ആ വീടിന്റെ മുൻവശത്തെ ഹാളും അകത്തെ മുറികളും ആ ബിൽഡിംഗും ഒക്കെ ആകെ ഒന്ന് കുലുങ്ങുകയാണ്. ശരിക്കൊരു വിറയൽ അവിടെ എല്ലായിടത്തും ഉണ്ടാവുകയാണ്. പാത്രങ്ങളും ടേബിളും കസേരയും എന്നോട് സകലതും ഒന്ന് വിറയ്ക്കുകയാണ്. ശരിക്കും അതിശക്തമായ എന്തോ ഒന്ന് ആ മുറിയിലേക്ക് കടന്നപ്പോൾ ആ മുറി വിറയ്ക്കുന്നതാണെന്ന് ആർക്കും തോന്നുന്ന ശൈലിയുള്ള ഒരു വിറയലാണ് ഉണ്ടാകുന്നത്. അതിശക്തമായ എന്തോ ഒന്നിന്റെ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാണ്. ആ നിമിഷത്തിലാണ് അകത്തെ മുറിയിൽ നിന്ന് ഒരു മാസ്ക് അവർക്ക് മുന്നിലേക്ക് പറന്നു വന്നത്. ആ മാസ്ക് പറന്നു വരുന്നത് ആ മൂവർ സംഘം കണ്ടു. അത് കണ്ടതും അവർ ഷിയെ താഴെയിട്ടു. ഷിയെ താഴെയിട്ട ആ മനുഷ്യനും അയാളുടെ കൂടെയുള്ള രണ്ടുപേരും ആ മാസ്കിന് നേരെ ഓടി ചെല്ലുകയാണ്. മാസ്കിന് നേരെ അവരെ ഓടി വന്നതും മാസ്ക് അവർക്ക് പിടികൊടുക്കാതെ ഒന്ന് ഒഴിഞ്ഞ് നേരെ വന്ന് ഷിയുടെ മുഖത്ത് പതിച്ചു. അവരെ കയ്യെത്തി പിടിക്കാൻ പോയപ്പോഴാണ് അവർക്ക് പിടികൊടുക്കാതെ മാസ്ക് ഒന്ന് വളഞ്ഞിട്ട് നേരെ ഷിയുടെ മുഖത്തേക്ക് വന്നത്. ഷിയുടെ മുഖത്തേക്ക് ആ മാസ്ക് ഒന്ന് പതിച്ചതും ഷിയ നിന്ന നിൽപ്പിൽ ആകാശത്തേക്ക് അങ്ങ് ഉയരുകയാണ്. ആകാശത്തേക്ക് ഉയർന്ന ഷിയ വുവിനെ തറയിൽ കിടക്കുന്ന മാർക്ക് ഫെല്ലർ വ്യക്തമായി കണ്ടു. മാർക്ക് ഇമോർട്ടൽ സ്ലൈം സെക്ഷൻ അകത്ത് വെച്ച് കണ്ട അതേ ആ മാസ്ക് ധരിച്ച സ്ത്രീ ഇതാ ആകാശത്ത് അങ്ങനെ നിൽക്കുകയാണ്. ആ മാസ്ക് ധരിച്ചിരിക്കുന്ന ഷിയിൽ നമുക്ക് പുറത്തു കാണാൻ കഴിയുന്നത് അവളുടെ കണ്ണുകളാണ്. കണ്ണുകൾ ഏതാണ്ട് തണുത്തുറഞ്ഞിരിക്കുകയാണ്. തണുത്തുറഞ്ഞ ആ കണ്ണുകളിലൂടെ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ മൂവർ സംഘത്തെ ഒന്ന് നോക്കി. മൂവർ സംഘം ശരിക്കും അമ്പരപ്പോടെയാണ് ഈ കാഴ്ച കണ്ടത്. തറ നീക്കിയെന്ന ഷിയാവു ആ മാസ്ക് ധരിച്ചതും മുകളിലേക്ക് പൊങ്ങിയത് അവർ കണ്ടതാണ്. ഒരു നിമിഷം ആ മൂവർ സംഘം മുഖത്തോട് പോകും നോക്കി. അതിനുശേഷം അതിലൊരാൾ ഉറക്കെ പറഞ്ഞു, നീ എന്താ മാജിക് കാണിച്ച് ഞങ്ങളെങ്ങ് വിഡ്ഢികളാക്കാമെന്നാണോ കരുതിയിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ
മുന്നോട്ട് നീങ്ങി. ഷിയുടെ മുഖത്ത് പറ്റിച്ചേർന്നിരിക്കുന്ന ആ മാസ്ക് വലിച്ചെടുക്കുക എന്നുള്ളതാണ് അയാളുടെ ടാർഗറ്റ്. അതിനുവേണ്ടി മുന്നോട്ട് നീങ്ങി അയാൾ ഒന്ന് ചാടി ഉയർന്നു. ഷിയ്ക്കൊപ്പം എത്താനാണ് അയാൾ ചാടി ഉയർന്നത്. അയാളൊരു മാർക്സിസ്റ്റ് ആണ്. അയാൾക്ക് ചാടി ഉയർന്ന് വായുവിൽ അങ്ങനെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അയാളുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് ശരിക്കും വായുവിൽ തങ്ങി നിൽക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഷിയുടെ തൊട്ടു മുന്നിലേക്ക് അയാൾ എത്തിയതും ഷിയ കൈ ഒന്ന് ഉയർത്തി. ശരിക്കും സാവധാനത്തിലാണ് ഷിയ കൈ ഒന്ന് ഉയർത്തിയത്. ആ നിമിഷത്തിൽ ഷിയുടെ തൊട്ടു മുന്നിലേക്ക് വന്ന ആ മനുഷ്യൻ കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. ഷിയ അയാളുടെ പുറത്ത് തൊട്ടിട്ടില്ല, ഷിയ അയാളെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഷിയ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയതേ ഉള്ളൂ. കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രകാശമോ റേസോ പുറത്തേക്ക് പോകുന്നതും ആരും കണ്ടില്ല. ആളുകൾക്ക് കാണാൻ കഴിയാത്ത അത്രയും പവർഫുള്ളായ എന്തോ ഒന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ആളുടെ പുറത്ത് പതിച്ചു എന്ന് വ്യക്തമാണ്. കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത ശൈലിയിൽ ചെറു കഷ്ണങ്ങളായി വായുവിൽ ആ മനുഷ്യൻ പൊട്ടിച്ചിതറുന്ന കാഴ്ച അയാളുടെ കൂടെയുള്ള ആ രണ്ട് മാർക്സിസ്റ്റുകളെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. ശരിക്കും രണ്ടുപേരും ഭയന്ന് വിറയ്ക്കുകയാണ്. ഈ ശൈലിയിൽ ഒരു എതിരാളിയെ അവർക്ക് നേരിടേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. മാർക്ക് ഫെല്ലർ ശ്വാസം അടക്കി പിടിച്ചാണ് ഈ കാഴ്ച കാണുന്നത്. മാസ്ക് വെച്ച സ്ത്രീയുടെ പ്രകടനം സ്വപ്നം പോലെ മാർക്ക് ആ ഇമോട്ടോ സ്ലേയിങ് സെക്ഷൻ അകത്ത് വെച്ച് കണ്ടതാണ്. മാർക്ക് ആ സെക്ഷന്റെ ലീഡറുടെ കസേരയിൽ ഇരിക്കുകയായിരുന്ന ആ ലീഡറുടെ തലയോട്ടിലൂടെ ഒന്ന് തടവിയപ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ സ്വപ്നം മുഴുവൻ കണ്ടത്. ആ കാഴ്ചയുടെ യഥാർത്ഥ ദൃശ്യം ഇതാ മാർക്ക് വീണ്ടും കൺമുന്നിൽ കാണുകയാണ്. ഷിയാവൂനെ അമ്പരപ്പോടെ നോക്കിയ ആ ബാലൻസ് ഉള്ള രണ്ട് കറുത്ത വസ്ത്രധാരികളും ഭയന്ന് അവിടുന്ന് പുറത്തേക്ക് ഓടാൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഷിയുടെ കൈ ഒന്നുകൂടെ ചലിച്ചു. ആ നിമിഷത്തിൽ ആ രണ്ട് ബോഡികളും പൊട്ടിച്ചിതറി. എന്ത് ടെക്നിക്കാണ് ഷിയ ഉപയോഗിക്കുന്നതെന്ന് മാർക്കിന് ഒരു പിടിയില്ല. ഷിയുടെ ഇടത് കൈ ഒന്ന് ജസ്റ്റ് ചലിക്കുന്നത് മാർക്ക് കണ്ടതായിരുന്നു. ആ കൈയുടെ ചലനം അത്രേ മാർക്കിന് ആകെ നോട്ട് ചെയ്യാൻ പറ്റിയതായി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ നിമിഷത്തിൽ ആ രണ്ട് മാർക്സിസ്റ്റുകളും പൂർണ്ണമായും ഇല്ലാതായി. അവരൊക്കെ ചിതറുകയായിരുന്നു. അവരുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ പോലും ആകാത്ത ശൈലിയിൽ മത്തങ്ങ പൊട്ടിത്തെറിക്കും പോലെ ആ രണ്ടുപേരും പൊട്ടിച്ചിതറുകയാണ്. ആ രണ്ട് കറുത്ത വസ്ത്രധാരികളും പൊട്ടിച്ചിതറിയ ആ നിമിഷത്തിൽ തറയിൽ കിടക്കുന്ന മാർക്ക് ഫെല്ലർ അവന് മുഴുവൻ ഇന്റേണൽ എനർജിയും ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ശരിക്കും അതിശക്തമായി ആ എനർജി റിലീസ് ചെയ്തതും മാർക്കിനെ ബന്ധിച്ചിരുന്ന ആ ബ്ലൂ ലൈറ്റ് കൊണ്ടുള്ള ആ നീഡിൽസ് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് അങ്ങ് തെറിച്ചു. ശരിക്കും മാർക്കിന് ആ നീഡിലുകളെ അവന്റെ അക്യു പോയിന്റിൽ നിന്ന് തെറിപ്പിക്കാൻ പറ്റിയെന്നർത്ഥം. മാർക്കിന്റെ അക്യു പോയിന്റുകളിൽ നിന്ന് ആ നീഡിലുകൾ തെറിച്ചതും മാർക്കിന്റെ പുറത്തുണ്ടായിരുന്ന ആ നീലപ്രകാശം പൂർണ്ണമായും അങ്ങ് ഇല്ലാതായി. മാർക്ക് ചാടി എണീറ്റ മാർക്ക് ഉറക്കെ ഷിയെ വിളിച്ചു. ഷിയ! ആകാശത്തിൽ ആ രണ്ട് കറുത്ത വസ്ത്രധാരികളുടെയും ബോഡി ചിതർന്ന് നോക്കി നിൽക്കുകയായിരുന്ന ഷിയ ശബ്ദം കേട്ട് ഒന്ന് തിരിഞ്ഞു. ആ നിമിഷത്തിൽ ആദ്യം അവളുടെ കണ്ണുകൾ പതിച്ചത് റിച്ചാർഡ് ഊലാണ്. റിച്ചാർഡ് ഊനെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കണ്ണുകൾ മാർക്ക് ഫെല്ലർക്ക് നേരെ തിരിഞ്ഞു. മാർക്ക് ഫെല്ലർക്ക് നേരെ അവളുടെ കണ്ണുകൾ തിരിഞ്ഞതും മാർക്കിന് അതിശക്തമായ ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. ശരിക്കും മാർക്കിന്റെ പുറത്തേക്ക് ടൺ കണക്കിന് ഭാരമുള്ള എന്തോ വന്ന് പ്രസ് ചെയ്യുന്ന ഒരു ഫീലാണ് മാർക്കിന് അനുഭവപ്പെട്ടത്. മാർക്കിന് ശരിക്കും ശ്വാസം മുട്ടി തുടങ്ങുകയാണ്. ശരിക്കും ഭാരം മാർക്ക് നെഞ്ചിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഉറക്കെ വിളിച്ചു, ഷിയ, ഇത് ഞാനാണ്, മാർക്കാണ്, ഷിയ പ്ലീസ് പ്ലീസ്. മാർക്ക് ഷിയ എന്നും മാർക്കെന്നും ആവർത്തിച്ച് പറഞ്ഞപ്പോ വായുവിൽ നിൽക്കുന്ന ഷിയാവുവിന്റെ മുഖത്ത് പെട്ടെന്ന് എന്തോ ഒരു ഞെട്ടലുണ്ടായി. ആ ഞെട്ടലുണ്ടായ ആ സമയത്ത് അവളുടെ മുഖത്തണിഞ്ഞിരുന്ന ആ മാസ്ക് ഒന്ന് പ്രകാശിച്ചു. ആ മാസ്ക് ഒന്ന് പ്രകാശിച്ചതും അവളുടെ മുഖത്തുനിന്ന് ആ മാസ്ക് ഇളകി താഴേക്ക് വീണു. ആ മാസ്ക് താഴേക്ക് വീണ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ പുറത്ത് അനുഭവപ്പെടുന്ന ആ പ്രഷർ പെട്ടെന്ന് മാറി. ശരിക്കും ഏതാനും സെക്കൻഡുകൾ കൂടി ആ പ്രഷർ മാർക്കിന്റെ മുകളിൽ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ മാർക്ക് കൊല്ലപ്പെട്ടനെ. മാർക്ക് ശ്വാസം ഒന്ന് നേരെ എടുക്കുമ്പോഴേക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഷിയ താഴേക്ക് വന്ന് വീണു. മാർക്ക് ഓടിച്ചെന്ന് ഷിയെ പിടിച്ചെടിപ്പിച്ചു. ഷിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാർക്ക്, അച്ഛൻ. അവൾ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഓടി റിച്ചാർഡ് ഊവിന്റെ അടുത്തെത്തി. റിച്ചാർഡ് ഊവിന്റെ അടുത്ത് മാർക്ക് ഓടിയെത്തുമ്പോൾ മാർക്കിനൊപ്പം ഓടിയെത്തിയ ഷിയ മാർക്കിനോട് പറയുകയാണ്, മാർക്ക്, എങ്ങനെ എൻ്റെ അച്ഛനെ രക്ഷിക്കണം? ഷിയ ആവശ്യപ്പെട്ട അനുസരിച്ച് മാർക്ക്
റിച്ചാർഡിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി റിച്ചാർഡിന്റെ ബോഡിയിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ബോഡിയിൽ ജീവന്റെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ഏതാനും സെക്കൻഡിലൂടെ കഴിഞ്ഞാൽ ആ ബോഡി പൂർണ്ണമായും നിശ്ചലമാകും. മാർക്കിന്റെ ശക്തി ഉപയോഗിച്ച് മാർക്കിന് റിച്ചാർഡിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റില്ല. മാർക്കിനേക്കാൾ ശക്തി കൂടി ആരെങ്കിലും വിചാരിച്ചാൽ അത് പറ്റും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതോ മാർക്ക് തറയിൽ കിടക്കായിരുന്ന ആ മാസ്ക് എടുത്ത് ഷീക്ക് കൊടുത്തു. ഷിയ, നീ നിന്നിട്ടെ. മാർക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടാണോ അല്ലെന്നറിയില്ല. ഷിയ ആ മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ചു. പക്ഷെ ആ നിമിഷത്തിൽ അവളുടെ മുഖത്ത് നിന്ന് ആ മാസ്ക് ഇളകി താഴെ വീഴുകയും ചെയ്തു. അവൾ വീണ്ടും എടുത്തു വെക്കാൻ ശ്രമിച്ചെങ്കിലും ആ മാസ്ക് ഇരുന്നില്ല. മാസ്ക് വെച്ച് കഴിയുമ്പോൾ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശക്തി ഷീക്ക് കിട്ടിയനെ. ആ ശക്തി ഉപയോഗിച്ച് റിച്ചാർഡിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് മാർക്ക് കരുതിയത്. പക്ഷേ എന്തുകൊണ്ടോ അത് പറ്റുന്നില്ല. മാർക്ക് ഒന്നും മിണ്ടാതെ ആ മാസ്ക് എടുത്ത് അവിടെ മാറ്റിവെച്ചു. മാർക്ക് ഒരു കസേരയിലേക്ക് വന്നിരുന്നു. ഷിയ റിച്ചാർഡുവിന്റെ ആ ഡെഡ് ബോഡിക്ക് അരികിലിരുന്ന് കരയുകയാണ്. അവളുടെ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും പലപ്പോഴും ചെയ്തിട്ടില്ല. അതൊക്കെ ഏറ്റുപറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാർക്ക് ഇപ്പോഴും ആലോചിച്ചത് കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയായി ഷിയാവു മാറിയ ആ സമയത്ത് ഷിയാവു യഥാർത്ഥത്തിൽ റിച്ചാർഡുവിന്റെ ആ അവസ്ഥ കണ്ടതാണ്. ആ നിമിഷത്തിൽ ആ സ്ത്രീക്ക് വേണമെങ്കിൽ റിച്ചാർഡുവിനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അവൾ രക്ഷിച്ചില്ല. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർ ആലോചിക്കുന്നത്. ശരിക്കും ആ മാസ്ക് വെച്ച സ്ത്രീ പുനർജനിച്ചതാണ് ഷിയെങ്കിൽ ഷിയുടെ പിതാവിനെ രക്ഷിക്കാൻ അവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ മാസ്ക് വെച്ച ആ സ്ത്രീ അതിന് ശ്രമിച്ചിട്ടില്ല. അതാണ് മാർക്കിനെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഈ മാസ്ക് വെച്ച സ്ത്രീയും ഷിയും തമ്മിൽ എന്താണ് ബന്ധം? മാസ്ക് വെച്ച സ്ത്രീ പുനർജനിച്ചതാണോ ഷിയ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഷിയുടെ പിതാവിനെ രക്ഷിക്കാൻ ആ സ്ത്രീ ശ്രമിച്ചില്ല? പലതരം ചോദ്യങ്ങളും മാർക്കിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. സമയം പതുക്കെ കടന്നുപോയി. നേരം പുലരുമ്പോഴും റിച്ചാർഡുവിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ഷിയാവു. നേരം നന്നായി വെളുത്തപ്പോൾ മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, നമുക്ക് അങ്കിൾ ഊവിന് വേണ്ടി ഒരു ശവകുടീരം നിർമ്മിക്കണം. നമുക്ക് അങ്കിളെ അടക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഒരു കാര്യം ചെയ്യാവൂ. എന്താ ഷിയ? മാർക്ക്, എൻ്റെ അച്ഛൻ്റെ ബോഡി ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? ഏയ് ഷിയ, നീ എന്താ പറയുന്നത്? മാർക്ക് പ്ലീസ്, എൻ്റെ അച്ഛൻ്റെ ബോഡി ഒന്ന് സൂക്ഷിച്ചു വെക്കണം. കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ മാർക്കിന് പറ്റുമല്ലോ. അങ്ങനെ ഷിയ ചോദിച്ചതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ വിചാരിച്ചാൽ ഉറപ്പായും ഈ ബോഡി സൂക്ഷിച്ചു വെക്കാൻ പറ്റിയേക്കും. അയാൾക്ക് കുറേ മാർഗങ്ങൾ അറിയാം. മാർക്ക്, എന്നാൽ നമുക്ക് അയാളുടെ അടുത്തേക്ക് പോവാം. മാർക്ക് മീശയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പിന്നെന്താ, നമുക്ക് പോവാം. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിൽ മറ്റൊരു ആശയം. അലക്ഷ്യ, വേറൊരു കാര്യമുണ്ട്, ഞാൻ അതൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ ചുവപ്പ് നിറത്തുള്ള ശവപ്പെട്ടി പുറത്തെടുത്തു. ശവപ്പെട്ടി ഷീയുടെ മുന്നിലേക്ക് വെച്ചു. ആ ശവപ്പെട്ടി കണ്ടിട്ടും ഷീക്ക് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. ഷിയ, നീ ശവപ്പെട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഷിയ പറഞ്ഞതും മാർക്ക് ആ ശവപ്പെട്ടി തുറന്നു. മാർക്ക് ആ ശവപ്പെട്ടി തുറക്കുമ്പോൾ ഷിയുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ട്. ആ ശവപ്പെട്ടിക്കകത്ത് ഒരു തുണി കിടപ്പുണ്ട്. ആ തുണിയിലേക്ക് മാർക്ക് ഫെല്ലറും ഷിയും നോക്കിയ ആ നിമിഷത്തിൽ ഷിയുടെ കയ്യിലിരിക്കുകയായിരുന്ന ആ മാസ്ക് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് പറന്നു പൊങ്ങി. ആ മാസ്ക് ശരിക്കും പറന്ന് ആ ശവപ്പെട്ടിയുടെ മുകളിലേക്ക് വന്നു. പെട്ടെന്ന് ആ മാസ്ക് ഒന്ന് തിളങ്ങി. ശരിക്കും അതിന് ജീവൻ വെച്ചതുപോലെ ഒരു തോന്നൽ. ആ മാസ്കിൽ നിന്ന് അതിശക്തമായ ഒരു ഓറ, ഒരു എനർജി വിന്യാസം ആ ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് വരികയാണ്. ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് മാത്രമല്ല, ചുറ്റും ശരിക്കും ശക്തമായ പ്രശ്നം ഉണ്ടായി. അത് കണ്ടത് മാർക്ക് ഷിയെ പെട്ടെന്ന് അവിടുന്ന് വലിച്ചു മാറ്റി. മാർക്കും ഷിയും ഒത്തിരി ദൂരേക്ക് മാറി. അതിശക്തമായ ഒരു പ്രകാശവും ഒരു എനർജി റിലീസും ആ മാസ്കിൽ നിന്ന് ശവപ്പെട്ടിക്ക് ഉള്ളിലേക്ക് ഉണ്ടാവുകയാണ്. അകത്തുള്ള വസ്ത്രത്തെ കണ്ടപ്പോൾ ആ മാസ്കിന് വല്ലാത്തൊരു സന്തോഷം തോന്നിയതുപോലെ ഒരു ഫീൽ. ആ ശവപ്പെട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല, അത്ര പ്രകാശമാണ് ആ ഭാഗത്തുണ്ടായത്. ശരിക്കും ആ എൻറ്റയർ മേഖലയും
പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ഒരു വല്ലാത്ത പ്രഷറും അവിടെ ഉണ്ട്. ഏതാനും മിനിറ്റുകൾ നേരം ആ പ്രക്രിയ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. സാവധാനം ആ പ്രകാശം ഒന്ന് കുറഞ്ഞ് ഏതാണ്ട് നില്ലായതും ആ മാസ്ക് ആ പെട്ടിക്കുള്ളിലേക്ക് വീണു. ആ മാസ്ക് പെട്ടിക്കുള്ളിലേക്ക് വീണതും മാർക്ക് ഷീയും കൊണ്ട് ആ പെട്ടിയുടെ അടുത്തെത്തി. മാർക്ക് ആ പെട്ടിക്കകത്തു നിന്ന് ആ മാസ്ക് കയ്യിലിങ്ങെടുത്തു. അതിനുശേഷം ആ തുണിയും കയ്യിലെടുത്തു. അത് രണ്ടും കയ്യിലെടുത്തിട്ട് മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, ഈ പെട്ടിയിൽ നമുക്ക് അങ്കിളുടെ ബോഡി സൂക്ഷിക്കാം. ശരിക്കും തണുപ്പ് ഈ പെട്ടിക്കുള്ളിലുണ്ട്. മാർക്കിനത് അനുഭവമുള്ള കാര്യമാണ്. മാർക്ക് ഫെല്ലറും ഷിയാവും കൂടി റിച്ചാർഡോവിന്റെ ഡെഡ് ബോഡി എടുത്ത് ആ പെട്ടിക്കുള്ളിലേക്ക് വെച്ചു. അതിനുശേഷം ആ പെട്ടി അടച്ചു. മാർക്ക് ആ തുണിയും മാസ്കും മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. ഷിയ ആ ശവപ്പെട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അവളുടെ സങ്കടം അങ്ങോട്ട് മാറുന്നില്ല. ആ പകല് അങ്ങനെ അങ്ങ് കടന്നുപോയി. ആ പകല് മാത്രമല്ല, അടുത്ത 3-4 ദിവസം അങ്ങനെ പോവുകയാണ്. ഏകദേശം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഷിയയുടെ പെരുമാറ്റത്തിലേക്ക് കുറച്ച് മാറ്റം വന്നു തുടങ്ങി. അവിടെ അച്ഛൻ മരിച്ച സങ്കടം ഏതാണ്ട് മനസ്സിനുള്ളിലേക്ക് ഒതുക്കി കഴിഞ്ഞു എന്നർത്ഥം. അത് കണ്ടതും മാർക്ക് ഷിയയോട് പറഞ്ഞു, ഷിയ, നമുക്ക് ഇവിടെ ഇങ്ങനെ തുടരണ്ട, നീ എൻ്റെ കൂടൊപ്പം വാ. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഷിയ മാർക്കിനൊപ്പം പോവാന്ന് സമ്മതിച്ചു. മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, മാസ്ക് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ ഒരു ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ മാസ്ക് നിനക്ക് ഞാൻ തരാം. നീ ഒരു കാരണവശാലും ആ മാസ്ക് നഷ്ടപ്പെടുത്തരുത്. ഷിയോട് മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഷിയ സമ്മതിക്കുകയും ചെയ്തു. അവൾക്കറിയാം തൽക്കാലം ആ മാസ്ക് മാർക്ക് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന്. മാർക്കും ഷിയയും കൂടി അവിടെ നിന്ന് മീശയുടെ അടുത്തേക്ക് തിരിച്ചു. മീശ മാർക്കിന് ഒരു മാപ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കിയാണ് മാർക്കും ഷിയയും കൂടി തിരിച്ചത്. ആ മാപ്പിനെ ഫോളോ ചെയ്ത് മാർക്കും ഷിയയും കൂടി തികച്ചും വിജനമായ ഒരു സ്ഥലത്തെത്തി. ആ ഭാഗത്തെത്തുമ്പോൾ വല്ലാത്തൊരു പ്രഷർ മാർക്കിന് അനുഭവപ്പെടുകയാണ്. മാർക്കും ഷിയയും കൂടി മുന്നോട്ട് നടക്കും തോറും അവർക്ക് അനുഭവപ്പെടുന്ന പ്രഷർ കൂടുകയാണ്. ഇപ്പോ മാർക്കിന് ഒരു വലിയ കളം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാണാം. ആ കളത്തിൽ കൊടികൾ കുത്തി നിർത്തിയിട്ടുണ്ട്. മാപ്പിലെ സൂചന അനുസരിച്ച് അതാണ് അവരെത്തിച്ചേരേണ്ട സ്ഥലം. മാർക്ക് അവിടെയൊക്കെ നോക്കി. മീശ അവിടെയൊന്നുമില്ല. മീശ ആ കളം അങ്ങനെ വരച്ചിട്ടിട്ട് എന്തെങ്കിലും സാധനങ്ങൾ സംഘടിപ്പിക്കാനായി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. അങ്ങനെ തോന്നിയതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. മാർക്കും ഷിയയും ആ കളത്തിനകത്ത് തന്നെയുള്ള ഒരു കല്ലിൽ വന്നിരിപ്പുറപ്പിച്ചു. നല്ല വിശാലമായ വീതിയുള്ള ഒരു കല്ലുണ്ട്. ആ കല്ലിലാണ് മാർക്ക് വന്നിരുന്നത്. മീശ വരുന്നതുവരെ കൾട്ടിവേഷൻ നടത്താനാണ് മാർക്ക് കരുതിയത്. മാർക്ക് കണ്ണുകളടച്ച് പതുക്കെ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. മാർക്കിന്റെ അടുത്ത് നിശബ്ദയായി ഇരിക്കുകയാണ് ഷിയാവു. ഷിയ വീട്ടിൽ നിന്ന് തിരിച്ചതിന് ശേഷം അധികം സംസാരിച്ചിട്ടേയില്ല. അവളുടെ ഏക രക്തബന്ധു അവളുടെ പിതാവ് റിച്ചാർഡ് ഊവായിരുന്നു. ആ അച്ഛനാണ് അവൾക്ക് നഷ്ടമായിരിക്കുന്നത്. ആ നഷ്ടത്തെക്കുറിച്ച് ശരിക്കും ബോധ്യമുള്ളത് കൊണ്ട് മാർക്കും അധികം സംസാരിക്കാൻ തയ്യാറായില്ല. ഷിയ അവളുടെ ചിന്താലോകത്തിൽ അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. അവളുടെ ചിന്തയിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് മാർക്ക് ധ്യാനം സ്റ്റാർട്ട് ചെയ്തത്. ഈ സമയത്ത് അല്പം ദൂരെ മാറി 2 കണ്ണുകൾ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് സാക്ഷാൽ മീശയാണ്. മാർക്ക് എത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ മീശ അവിടെ എത്തിയിരുന്നു. മാർക്കിന്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നതും ദൂരെ നിന്നായി കാണാം. പക്ഷെ ആ പെൺകുട്ടിയുടെ മുഖം അയക്ക് കാണാൻ പറ്റുന്നില്ല. അയാള് അറിയാതെ പറഞ്ഞു പോവുകയാണ്, മാർക്ക്, നീ ശരിക്കും ഒരു ജീനിയസ് ആണ്, ശക്തനുമാണ്. പക്ഷേ മാർക്ക്, സോറി, എനിക്ക് ആ മാസ്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ സ്വയം പറഞ്ഞിട്ട് ശബ്ദമുണ്ടാക്കാതെ അയാള് മാർക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ മീശയ്ക്ക് സ്വന്തമാണ്. മീശ ശബ്ദമുണ്ടാക്കാതെ നടന്ന് മാർക്കിനെ തൊട്ടുപുറകിലെത്തി. മാർക്കിനെ തൊട്ടുപുറകിലെത്തിയ മീശ പതുക്കെ കൈ ഉയർത്തി. മാർക്കിന്റെ പുറത്ത് ഒരു അറ്റാക്ക് നടത്താനുള്ള ലക്ഷ്യത്തോടുകൂടി അയാൾ ആ കൈ ഇങ്ങനെ താഴ്ത്താൻ ശ്രമിച്ചതും മാർക്കിന്റെ അടുത്തിരിക്കുന്ന ഷിയ ഒന്ന് തിരിഞ്ഞു. അവളുടെ തൊട്ടുപുറകിൽ ഒരു ചലനം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അവള് തിരിഞ്ഞത്.
മാർക്കാണെങ്കിൽ ധ്യാനത്തിലുമാണ്. ഷിയ തിരിഞ്ഞതും ഷിയുടെ മുഖം മീശ കണ്ടു. ആ നിമിഷത്തിൽ അയാൾ അറിയാതെ പുറകോട്ടും മാറിപ്പോവുകയാണ്. ശരിക്കും ഒത്തിരി സ്റ്റെപ്പ് പുറകിലോട്ട് അയാൾ ഓടി മാറി. അയാൾ അതിവേഗം പുറകിലോട്ട് ഓടി മാറുമ്പോൾ മാർക്ക് കണ്ണു തുറന്നു. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകോട്ട് ഓടി മാറുന്ന മീശയാണ് കാണുന്നത്. മാർക്ക് മീശയും അടുത്തിരിക്കുന്ന ഷിയയും നോക്കി. ഷിയെ നോക്കി വളരെ അമ്പരപ്പോടെ വാ പൊളിച്ച് നിൽക്കുകയാണ് മീശ. മീശ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. പ്രേതത്തിന് അപ്രതീക്ഷിതമായി മുന്നിൽ കാണുന്ന ആരും ഭയന്ന് വിറച്ചു പോവുമല്ലോ, ആ ഒരു വിറയലാണ് ഇപ്പോ യഥാർത്ഥത്തിൽ മീശയിൽ കാണുന്നത്. അത് മനസ്സിലാക്കിയ മാർക്ക് മീശയോട് ചോദിച്ചു, ഹേയ് മീശ എന്തു പറ്റി? മാർക്ക് ഷിയോട് പറഞ്ഞു, അത് എൻ്റെ സുഹൃത്താണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഷിയുടെ അടുത്ത് എണീറ്റ് നേരെ മീശയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പോ ഷിയും മീശയും തമ്മിൽ ഏകദേശം ഒരു 25-30 അടി വ്യത്യാസമുണ്ട്. അത്ര ദൂരേക്ക് അയാൾ ഓടി മാറിയിരിക്കുകയാണ്. ഷിയ അവൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്. മാർക്ക് നടന്ന് മീശയുടെ അടുത്തെത്തിയപ്പോ മീശ വിറച്ചുകൊണ്ട് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് അതാരാ? മീശ അതെന്റെ അനിയത്തിയാണ്. മാർക്ക് നിന്റെ അനിയത്തിയോ? അതെ എന്റെ അനിയത്തിയാണ്. മാർക്ക് പറയുന്നത് കേട്ടിട്ട് വിശ്വാസം വരാതെ മീശ ദൂരെ ഇരിക്കുന്ന ആ പെൺകുട്ടിയും മാർക്കിനെയും മാറി മാറി നോക്കി. അതിനുശേഷം മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അവള് കുഴപ്പക്കാരിയാണ്. മീശ താൻ എന്താണോ ഈ പറയുന്നത്? അവളെന്റെ അനിയത്തിയാണ്. മാർക്ക് അതങ്ങനെയല്ല, അവള് 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 ആ മാസ്ക് വെച്ച സ്ത്രീയാണ്. മീശ നിനക്ക് മാസ്ക് വെച്ച സ്ത്രീയെ കുറിച്ച് അറിയാവോ? മാർക്ക് നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് അറിഞ്ഞുകൊടുത്ത് എന്ത് കാര്യമുള്ളത്? അത് ആ മാസ്ക് വെച്ച സ്ത്രീയാണ്. ആ സ്ത്രീ പുനർജനിച്ചതാണ് ആ പെൺകുട്ടി. മാർക്ക് അപകടത്തെയാണ് നീ കൂടെ കൊണ്ട് നടക്കുന്നത്. മിശ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായി പറയും. മാർക്ക് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തിയായ സ്ത്രീയാണ് ആ മാസ്ക് വെച്ച സ്ത്രീ. ആ സ്ത്രീ പല കാലങ്ങളിലും പുനർജനിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോ പുനർജനിച്ചത് ഈ പെൺകുട്ടിയായിട്ടാണ്. നീ അവളെ വളരെ അനുവദിക്കരുത്. അപകടമാണ് മാർക്ക്, അപകടമാണ്. മീശ നിങ്ങൾ വിചാരിക്കും പോലെ അവള് കുഴപ്പക്കാരിയൊന്നുമല്ല. അവൾ എൻ്റെ അനുജത്തിയല്ലേ. ഞാൻ പറഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? മാർക്ക് നീ പറയുന്നത് നിന്റെ വിശ്വാസമാണ്, പക്ഷെ സത്യമാകുന്നുമല്ല. അവൾ അവളുടെ ശക്തി പൂർണ്ണമായും തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ആർക്കും അവളെ തൊടാനാവില്ല. മാർക്ക് നീ തീ കൊണ്ടാ തല ചൊറിയുന്നത്. ഞാൻ പറയുന്നത് ചെയ്യ്, നീ അവളേക്ക് കൊല്ല്. മീശ നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക് ഞാൻ പറയുന്നതാണ് ശരി. അവളെ ജീവിക്കാൻ അനുവദിച്ചാൽ പിന്നെ നീ ദുഃഖിക്കേണ്ടി വരും. മീശ അത് വിട്ടേക്ക്. അവൾ എൻ്റെ അനിയത്തിയാണ്. അവളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ മാസ്ക് എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ആ മാസ്ക് അയാളുടെ സ്വപ്നമാണ്. ആ മാസ്കാണ് ഇതാ മാർക്ക് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്. പക്ഷേ ആ മാസ്ക് കൈ കിട്ടിയിട്ടും മീശയ്ക്ക് ഒരു സന്തോഷവുമില്ല. ആ മാസ്ക് സ്വന്തമാക്കാനുള്ള അയാളുടെ എല്ലാ മോഹങ്ങളും അസ്തമിച്ചിരിക്കുകയാണ്. ഷിയയെ നേരിൽ കണ്ട ആ നിമിഷത്തിലാണ് അയാൾക്ക് ആ മോഹമെല്ലാം നഷ്ടമായത്. അയാൾക്ക് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശക്തിയെക്കുറിച്ച് ശരിക്കും ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അയാളുടെ ആ മോഹങ്ങളൊക്കെ അവസാനിച്ചത്. ആ മീശ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഷിയുടെ സാന്നിധ്യം. പല കാര്യങ്ങളും ആലോചിച്ച് അന്തമിട്ട് നിൽക്കുന്ന മീശയുടെ മാർക്ക് വെച്ചു, മീശ എന്തു പറ്റി? ആ മാസ്കിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന മീശയോടായി മാർക്ക് പറഞ്ഞു, മീശ ഈ മാസ്ക് അടിച്ചു മാറ്റാൻ നിങ്ങൾ മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹം അങ്ങ് മാറ്റി വെച്ചേക്കും. മാർക്ക് അങ്ങനെ ഒരു മോഹവും എനിക്കില്ല. മാസ്ക് ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കിപ്പോയതാണ്. മീശ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഡെഡ് ബോഡികൾ പുനർജീവിക്കാനുള്ള പരിപാടി തുടങ്ങും. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ മീശ ഒന്ന് ചിരിച്ചു. മാർക്ക് അതിന് അല്പം സമയം കൂടി വേണം. ഇനിയും സമയമോ? അതേ മാർക്ക്, കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ശരിക്കും മാർക്കിനെ പറ്റിക്കാനുള്ള ഒരു കളമാണ് അവിടെ യഥാർത്ഥത്തിൽ മീശ ഒരുക്കിയിട്ടിരുന്നത്. മാർക്കിന്റെ ആ ഡെഡ് ബോഡികളെ പുനർജീവിപ്പിക്കാൻ അയാൾ ഒരു കാര്യവും ചെയ്തിരുന്നില്ല. മാർക്കിനെ കബളിപ്പിച്ച് ആ മാസ്ക് സ്വന്തമാക്കുക, അത് മാത്രമായിരുന്നു മീശയുടെ ടാർഗറ്റ്. പക്ഷെ ഇപ്പോ കഥ ആകെ മാറുകയാണ്. മീശ വേഗം നടന്നു ചെന്ന് അവിടെ കുത്തിയിരുന്ന ആ കൊടികൾ ഓരോന്നായിട്ട് പുഴുതെടുത്തു തുടങ്ങി.
അയാൾ ആ കൊടികൾ പൊഴുതെടുത്തു തുടങ്ങിയ ആ നിമിഷം മുതൽ ആ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം വന്നു തുടങ്ങുകയാണ്. അയാൾ ആ കൊടികൾ പൊഴുതെടുത്ത് കഴിഞ്ഞതും മാർക്കിന്റെ മുകളിൽ അനുഭവപ്പെട്ടിരുന്ന ആ പ്രഷർ പൂർണ്ണമായും ഇല്ലാതായി. മാർക്കിന്റെ ശക്തി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അയാൾ ആ കൊടികൾ കൊണ്ട് ആ കളത്തിൽ ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയതാണ്. മാർക്ക് അയാളോട് ചോദിച്ചു, മീശ എത്ര സമയം വേണം? മാർക്ക് ഒരു 3 മണിക്കൂർ, അത്രയേ എനിക്ക് വേണ്ടു. നീ ആ സമയം കൊണ്ട് ആ ഡെഡ് ബോഡിയൊക്കെ എടുത്ത് അവിടെ കിടത്ത്. അങ്ങനെ മാർക്കിനോട് മീശ പറഞ്ഞതും മാർക്ക് നിലവറയിൽ നിന്ന് ആ 2 ഡെഡ് ബോഡി എടുത്ത് അവിടെ കിടത്തി. ആ ഡെഡ് ബോഡി അവിടെ കിടത്തുമ്പോൾ മാർക്ക് ഷിയാവുവിനോട് ചോദിച്ചു, ഷിയ ഇതാരെന്നറിയാവോ? ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കിയ ഷിയ മാർക്കിനോട് പറഞ്ഞു, ഇല്ല, അറിയില്ല. അവൾ ആദ്യമായിട്ട് ആ ഡെഡ് ബോഡി കാണുന്ന ഒരു മുഖഭാവമാണ് അവൾക്കുള്ളത്. ഷിയ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഷിയുടെ അടുത്തിരുന്നു. ഷിയയുടെ അടുത്ത് മാർക്ക് ഇരുന്നതും ഷിയ മാർക്കിന്റെ നെഞ്ചിലോട്ടൊക്കെ ചാഞ്ഞു. ശരിക്കും അവക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മാർക്കിന്റെ നെഞ്ചിലോട്ട് ചാഞ്ഞ ഷിയ സാവധാനം കണ്ണുകൾ അടച്ചു. അവൾ പതുക്കെ ഉറങ്ങി തുടങ്ങിയാണ്. ഈ സമയത്ത് മീശ മാർക്കിനെയും ഷിയയും നോക്കിയിട്ട് അതിവേഗം കളത്തിന് ചുറ്റും ചില പരിപാടികൾ ചെയ്തു തുടങ്ങി. ശരിക്കും ശക്തമായ ഒരു കളമാണ് അയാൾ തയ്യാറാക്കുന്നത്. ആ കളത്തിനകത്ത് വെച്ചാണ് ആ 2 ഡെഡ് ബോഡികൾക്കും ജീവൻ കൊടുക്കേണ്ടത്. ഈ പ്രക്രിയയിൽ മീശയ്ക്ക് ശരിക്കും പ്രാഗൽഭ്യമുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാകുന്ന ശൈലിയിലാണ് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മീശ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും സമയം ഇങ്ങനെ പോവുകയാണ്. ഷിയ നല്ല ഉറക്കത്തിലാണ്. മീശ ആ കളത്തിലെ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂറാവും. ഇപ്പോൾ ആ 2 ഡെഡ് ബോഡികളുടെ അടുത്തായി അയാൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആ ഡെഡ് ബോഡികളുടെ ചുറ്റും അക്ഷരങ്ങൾ കൊണ്ട് ചില എഴുത്തുകളൊക്കെ നടത്തുന്നുണ്ട്. കാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും കൈയുടെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തും ഒക്കെ അയാൾ അക്ഷരങ്ങൾ വരയ്ക്കുകയാണ്. വളരെ കൗതുകപൂർവ്വം മാർക്ക് ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാർക്കിന്റെ ബോഡിയിൽ ചാരിയിരിക്കുന്ന ഷിയ നല്ല ഉറക്കത്തിലുമാണ്. ആ സമയത്താണ് മാർക്ക് ഫെല്ലർക്ക് അതിശക്തമായ ചില ഓറകളുടെ ഇന്റേണൽ എനർജികളുടെ സാന്നിധ്യം ഫീൽ ചെയ്തു തുടങ്ങിയത്. മാർക്കിന് അത് ഫീൽ ചെയ്ത അതേ നിമിഷത്തിൽ മീശയ്ക്കും അത് ഫീൽ ചെയ്തു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ആരോ വരുന്നുണ്ട്. മീശ അത് പറഞ്ഞതും മാർക്ക് ഷിയെ പതുക്കെ അവിടേക്കും കിടത്തി. എന്നിട്ട് മാർക്ക് എണീറ്റ് മാർക്കിനോടായി മീശ പറഞ്ഞു, മാർക്ക് ഒരു കാരണവശാലും അവരെ കളത്തിനകത്തേക്ക് കയറ്റരുത്. അടുത്ത 30 മിനിറ്റ്, അതാണ് നിർണായകമായ സമയം. ഈ 30 മിനിറ്റിനുള്ളിൽ ഒരു കാരണവശാലും കളം ബ്രേക്ക് ചെയ്യാൻ ഇടവരരുത്. അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് നടന്ന് കളത്തിന്റെ പുറത്തെത്തി. കളത്തിന്റെ പുറത്തുനിന്ന് ഏകദേശം ഒരു 10-20 മീറ്റർ മാറി ആ ഇന്റേണൽ എനർജി അനുഭവപ്പെടുന്ന ഭാഗത്തേക്ക് മാർക്ക് കയറി നിന്നു. മാർക്ക് അങ്ങനെ നിൽക്കുമ്പോൾ മാർക്കിന് ആരോ അങ്ങോട്ട് വരുന്ന പ്രസൻസ് അനുഭവപ്പെടുകയാണ്. പതുക്കെ പതുക്കെ ആ പ്രസൻസ് കൂടിക്കൂടി വന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനും ശരിക്കും സെക്സി ആയിട്ടുള്ള ഒരു സ്ത്രീയും മാർക്കിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിശക്തരായ 2 ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. 2 പേരും പീക്ക് ലെവൽ മാർക്കിസ്റ്റുകളാണ്. മാർക്ക് ഇതുവരെയും പീക്ക് ലെവൽ മാർക്കിസ്റ്റുകളെ എതിരിട്ടിട്ടേയില്ല. ആദ്യമായിട്ടാണ് 2 പീക്ക് ലെവൽ മാർക്കിസ്റ്റുകൾ മാർക്കിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. മാർക്ക് ഫെല്ലറെ കണ്ടതും ആ വ്യക്തികൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഞങ്ങൾ നിങ്ങളെ തേടി വന്നതാണ്. അത് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മാർക്ക്, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ 3 ആളുകളെ കൊന്നുവല്ലേ? നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെ ഞാൻ കൊന്നു. മാർക്ക്, ഞങ്ങൾ ഹാൻഡ് പാലസിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ 3 ആളുകളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കാര്യത്തിന് അയച്ചിരുന്നു. അവരെ നീ കൊന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഷിയാവുവിന്റെ വീട്ടിലെത്തിയ ആ 3 ആളുകളുടെ കാര്യമാണ് ആ 2 പേരും പറയുന്നത്. അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, അവര് ഒരു മോഷണം നടത്താൻ ശ്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടതാണ്. നിങ്ങളും അതേ മോഷണമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അത് തന്നെയായിരിക്കും. അത് കേട്ടതും ആ സ്ത്രീ ഒന്ന് ചിരിച്ചു. ശരിക്കും അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. മാർക്ക് ഫെല്ലർ,
നീ ആള് കൊള്ളാമല്ലോ, നീ ഞങ്ങൾക്ക് തരമാണെന്ന് കരുതിയിട്ടാണോ ഈ ഡയലോഗ് പറയുന്നത്? പീക്ക് ലെവൽ മാർക്സിസ്റ്റുകൾ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും ആരും അവരെ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇതാ ഒരു മാസ്ക് സംഘടിപ്പിക്കാനായി 2 പീക്ക് ലെവൽ മാർക്സിസ്റ്റുകളെയാണ് ഹാൻ പാലസ് അയച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഹാൻ പാലസ് അതിശക്തമാണെന്നാണ്. പൈറോയെ പോലെ തന്നെ അതിശക്തമായ ഒരു എക്സിസ്റ്റൻസ് ഹാൻ പാലസിനും ഉണ്ട്. ഹാൻ പാലസിന്റെ ആ 2 പ്രതിനിധികളെ നോക്കി മാർക്ക് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം തരാൻ നിർവാഹമില്ല. അത് കേട്ടതും ആ പൊക്കമുള്ള മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്നോട് ഞങ്ങൾ ഔദാര്യം ചോദിക്കുകയല്ല. ഞങ്ങൾ പറയുന്നത് ചെയ്താൽ നിനക്ക് നല്ലത്. അങ്ങനെ അയാൾ പറഞ്ഞതും ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് കൂടുള്ള ആളോട് പറഞ്ഞു, ഏയ് ഡുവാൻ, വിട്ടേക്ക്, ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. മാർക്ക്, നീ എന്തായാലും ഇന്ന് കൊല്ലപ്പെടും. അക്കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. മാർക്ക്, നീ കൊല്ലപ്പെടുന്നതിന് മുന്നേ നിന്നെക്കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. മാർക്ക്, ദയവായി ഈ രാത്രി നീ എനിക്കൊപ്പം കഴിയുമോ? വളരെ കൂളായിട്ട് ആ സ്ത്രീ അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്ക് ഫെല്ലർ ഒന്ന് ചിരിച്ചു. ഏയ്, നിങ്ങളെന്താ ആളെ കളിയാക്കിയാണ്? അങ്ങനെ മാർക്ക് ചോദിച്ചതും ആ സ്ത്രീ കൈപൊത്തി ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ എന്ത് സുന്ദരനാണോ? മാർക്കിന്റെ ആ ബോഡിയിലാണ് അവളുടെ നോട്ടം. അങ്ങനെ അവൾ കൈപൊത്തി ചിരിച്ചതും മാർക്ക് ഫെല്ലർ അവന്റെ വലത് കൈമുഷ്ടി മുന്നോട്ടൊന്ന് നീട്ടി. ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റും ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടാവുകയും ആ ഗോൾഡൻ പ്രകാശം മാർക്കിന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു. മാർക്ക് ആ കൈ അങ്ങനെ നീട്ടിയതും ആ സുന്ദരി മാർക്കിനോട് പറഞ്ഞു, നീ എന്താ എന്നോട് മത്സരിക്കാൻ പോവുകയാണ്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളും ഇടത് കൈയൊന്ന് നീട്ടി. ശരിക്കും അതിശക്തമായ ഒരു പഞ്ച് അവളുടെ ഇടത് കൈ കൊണ്ടുണ്ടായി. മാർക്കിന്റെ വലത് കൈയും ആ കൈയോട് ഒന്ന് പ്രതികരിച്ചു. ഒരു പീക്ക് ലെവൽ മാർക്സിസ് എന്താണെന്ന് മാർക്കിന് അടുത്ത നിമിഷം മനസ്സിലായി. 2 പേരുടെയും ഫിസിക്കൽ ബോഡികൾ തമ്മിലാണ് ഒന്ന് കൂട്ടിമുട്ടിയത്. മാർക്കിന്റെ കൈ ആ സ്ത്രീയുടെ കൈയോട് കൂട്ടിമുട്ടിയതും മാർക്കും ആ സ്ത്രീയും 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. അതിശക്തമായൊരു പഞ്ചാണ് അവിടെ സംഭവിച്ചത്. മാർക്കിന്റെ വലത് കൈയിൽ ആ സ്ത്രീ അവളുടെ ഇടത് കൈ കൊണ്ട് പഞ്ച് ചെയ്യാൻ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിയ ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, എനിക്കിഷ്ടമായി. ഞാൻ എൻ്റെ ഓഫർ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. മാർക്ക്, ഈ രാത്രി എനിക്കൊപ്പം ഒന്ന് കഴിഞ്ഞിട്ട് നാളെ മാസ്ക് തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടാം. ഡുവാൻ, അങ്ങനെ ചെയ്താൽ ഇവനെ നമുക്ക് കൊല്ലാതെ വിട്ടൂടെ? അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഡുവാനെ നോക്കിയതും ഡുവാൻ ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ അത് കണ്ടതും ആ ഡുവാനോട് ചോദിച്ചു, ഡുവാൻ, നിന്റെ ഭാര്യയല്ലേടാ ഇത്? ഭാര്യ ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടാണോ നീ ബിസിനസ് നേടുന്നത്? ശരിക്കും അവന്റെ മുഖമടച്ചുള്ള മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം ഡുവാന് ഒന്ന് കൊണ്ടു. അതുവരെ അവന്റെ ഭാര്യയുടെ ആ കളിത്തമാശ രസിച്ച് കണ്ടു നിൽക്കുകയായിരുന്നു ഡുവാൻ. പക്ഷെ മാർക്കിന്റെ ആ ചോദ്യം അവനെ ഒന്ന് ചൊടിപ്പിച്ചു. അവൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് ഒരൊറ്റയിടി. മാർക്കും അതേ സമയത്ത് മാർക്കിന്റെ ആ സെയിൻലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കൈ നിവർത്ത് തിരിച്ചൊരൊറ്റയിടി. അബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് ആണ് മാർക്ക് പുറത്തെടുത്തത്. അതല്ലാതെ മാർക്കിന് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് മാർക്കിന് അറിയാം. മാർക്കിന്റെ അബ്സല്യൂട്ട് സാക്രിഫൈസ് കൊണ്ടുള്ള ആ പഞ്ച് ആ മനുഷ്യന്റെ കൈ പതിച്ചതും 2 പേരും ഓരോ സ്റ്റെപ്പ് പുറകോട്ട് മാറി. മാർക്ക് ഫെല്ലർ, നീ ശക്തൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കളി വേണ്ട, കാര്യത്തിലേക്ക് കടക്കാം. മാർക്കുമായി കളിച്ചു നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് ഡുവാൻ പറഞ്ഞതും ഡുവാന്റെ ഭാര്യ ഡുവാനോട് പറഞ്ഞു, ഡുവാൻ നിക്ക്, ഇവനെ അങ്ങനെ അങ്ങ് കൊന്നാൽ എങ്ങനെ ശരിയാവും? അല്പം ഒന്ന് കളിപ്പിക്കാം, അതല്ലേ അതിൻ്റെ ഒരു രീതി. തൻ്റെ ഭാര്യയുടെ ആ തമാശ കലർന്ന ഡയലോഗ്സും അവളുടെ രീതികളും നന്നായി പരിചയമുള്ള ഡുവാൻ അത് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. ആ സ്ത്രീ മാർക്ക് ഫെല്ലറുടെ നേരെ ഒന്ന് തിരിഞ്ഞു. അടുത്ത നിമിഷത്തിൽ അവളുടെ കൈ ഒന്ന് ഉയർന്നതും അവളുടെ കയ്യിൽ നിന്ന് അതിശക്തമായ ഒരു നീലപ്രകാശം ഉണ്ടായി. ആ നീലപ്രകാശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള മാർക്ക് പെട്ടെന്ന് ആ സെയിൻലി ബോഡി ടെക്നിക്കിന്റെ 3rd ലെവൽ ആക്ടിവേറ്റ് ചെയ്തു. അതേ നിമിഷത്തിൽ ഡിവൈൻ ഡ്രാഗൺ പവറും ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് എല്ലാ പ്രൊട്ടക്ഷനും എടുക്കുകയാണ്. പക്ഷേ ആ പ്രൊട്ടക്ഷനെ തകർത്തുകൊണ്ട് ആ നീലപ്രകാശം
അനവധി സൂചികൾ പോലെ മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങ് തുളച്ചു കയറി. മാർക്കിന്റെ എൻറ്റയർ അക്യു പോയിന്റുകളിലേക്കും ആ നീഡുകൾ തുളച്ചു കയറിയതും മാർക്ക് നിന്ന നിൽപ്പിൽ താഴേക്ക് വീണു. മാർക്ക് നേരത്തെ പരിചയമുള്ള അതേ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തറയിലേക്ക് വീണ മാർക്കിന്റെ അടുത്തേക്ക് ആ സ്ത്രീ ശരിക്കും കാറ്റ് വാക്ക് ശൈലിയിൽ നടന്നു വരികയാണ്. സൗന്ദര്യ മത്സരം നടക്കുമ്പോൾ സ്ത്രീകൾ കാറ്റ് വാക്കിൽ നടക്കുന്ന അതേ ശൈലിയിലാണ് അവർ നടന്നു വരുന്നത്. നടക്കുമ്പോൾ അവരുടെ മുഖത്ത് ശരിക്കും കൗതുകരമായ ഒരു ഭാവവുമുണ്ട്. ചിരിച്ചുകൊണ്ട് കൊഞ്ചിക്കൊഴിയുന്ന ശൈലിയിൽ ആ സ്ത്രീ മാർക്കിന്റെ അടുത്തെത്തിയിട്ട് രണ്ട് ഭാഗത്തും കാലിട്ട് മാർക്കിന്റെ ബോഡിയിലേക്ക് കയറിയിരുന്നു. ഹേയ് മാർക്ക്. മാർക്കിന്റെ കവിളിൽ തട്ടി അവളങ്ങനെ വിളിക്കുകയാണ്. എന്തു പറ്റി? കൂളായിട്ട് അവളങ്ങനെ വിളിക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിലെ ഇന്റേണൽ എനർജി പൂർണ്ണമായും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കി ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, ഏ മാർക്ക്, അതൊന്നും നടക്കില്ലടോ. നീ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നീ ഇപ്പോ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും മാർക്ക് ആ സ്ത്രീയോട് പറഞ്ഞു, പ്ലീസ് എന്നെ കൊല്ലാതിരുന്നൂടെ? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ നിന്നെ കൊല്ലാതിരിക്കാൻ ഒരു ഉപാധിയുണ്ടെന്ന്. നീ ഈ രാത്രി എനിക്കൊപ്പം കഴി. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതിരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ മാർക്കിന്റെ പുറത്തൂടി ഇങ്ങനെ തലോടുകയാണ്. അത് കണ്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. സത്യമാണോ നിങ്ങൾ പറയുന്നത്? മാർക്ക്, ഞാൻ ഇക്കാര്യത്തിൽ കളവ് പറയൂ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. മാർക്ക് അവളുടെ ആ ശൈലിയിൽ തന്നെ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ആ സ്ത്രീ അവളുടെ കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അവളുടെ കയ്യിൽ ഒരു കത്തി വന്നു. നല്ല തിളക്കമുള്ള ഒരു കത്തി. ആ കത്തി അവൾ കയ്യിലെടുത്തിട്ട് മാർക്കിനോട് പറഞ്ഞു, പക്ഷേ ഈ രാത്രിയിൽ നീ എന്നോടൊപ്പം കഴിയുമ്പോൾ നിനക്ക് കൈയൊന്നും വേണ്ട. ഈ രണ്ട് കൈയും ഞാനങ്ങ് മുറിക്കാം. അവളെ പറഞ്ഞ് പറ്റിച്ച് 30 മിനിറ്റ് സമയം കൊണ്ടുപോകുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മീശ ആവശ്യപ്പെട്ട 30 മിനിറ്റിൽ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റൂടെ മതി. ഈ 10 മിനിറ്റ് കൂടി അവൾ അങ്ങനെ തളച്ചാൻ പറ്റിയാൽ മീശയ്ക്ക് ആ കളത്തിനകത്തുള്ള ആ 2 ഡെഡ് ബോഡികളെയും പുനർജീവിപ്പിക്കാൻ പറ്റും. ആ 2 ഡെഡ് ബോഡിയും എണീറ്റാൽ പിന്നെ മാർക്കിന് ഈ പീക്ക് ലെവൽ മാർക്കിസുകൾ ഒരു വിഷയമേ അല്ല. അത് ആലോചിച്ചാണ് മാർക്ക് അവളുമായിട്ട് അല്പം സല്ലപിക്കാന്ന് വെച്ചത്. ആ സ്ത്രീ കത്തി ഒന്ന് ഉയർത്തിയ നിമിഷത്തിൽ മാർക്കിന്റെ ഇന്റേണൽ എനർജി പൂർണ്ണമായിട്ടും മാർക്കിന്റെ അക്യു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു ശ്രമം നടത്തി. ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ പ്രകാശം ഒന്നുകൂടി ഉണ്ടായി. ശരിക്കും മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന ആ നീല പ്രകാശം ബ്രേക്ക് ചെയ്ത് മാർക്ക് ചാടി എണീറ്റു. മാർക്ക് ചാടി എണീറ്റതും മാർക്കിന്റെ പുറത്തിരിക്കുകയായിരുന്ന ആ സ്ത്രീ തെറിച്ചങ്ങ് വീണു. തറയിൽ വീണ് കിടക്കുന്ന അവർ മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ കൊള്ളാമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ തറയിൽ നിന്ന് എണീക്കാതെ തന്നെ പെട്ടെന്ന് കൈയൊന്ന് വീശി. ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റും പിന്നെയും ആ നീലപ്രകാശം ശക്തമായി പാഞ്ഞു വരികയാണ്. മാർക്കിന് അപകടം മനസ്സിലായി. മാർക്ക് ആ നിമിഷത്തിൽ തന്നെ മാർക്കിന്റെ കോസ്മിക് ഫോം ആക്ടിവേറ്റ് ചെയ്തു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ മാർക്ക് ശക്തമായി അങ്ങനെ ഉയർന്നതും മാർക്കിനെ കൗതുകത്തോടെ നോക്കുന്ന ആ സ്ത്രീ തറയുന്ന എണീറ്റു. ആ സ്ത്രീയുടെ അടുത്തേക്ക് അവളുടെ ഭർത്താവ് ഡൂവാനും എത്തി. അവർ രണ്ടുപേരും കൗതുകത്തോടെ മാർക്കിനെ നോക്കി. മാർക്ക് നല്ല പൊക്കത്തിൽ കോസ്മിക് ഫോമിൽ അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടതും ആ പൊക്കമുള്ള മനുഷ്യൻ ഡൂവാൻ ഒന്ന് ആകാശത്തേക്ക് ചാടി. ആ നിമിഷത്തിൽ അയാളുടെ കൈ രണ്ടും ശരിക്കും വലിയ പാത്രങ്ങൾ പോലെ അങ്ങ് വലുതാവുകയാണ്. ഒരു വലിയ പാത്രത്തിന് അത്രയും വലിപ്പത്തിൽ അയാളുടെ കൈപ്പത്തി അങ്ങ് വലുതായതും അയാൾ മാർക്കിന്റെ നേരെ മുകളിലെത്തി. മാർക്ക് കോസ്മിക് ഫോമിൽ ശക്തമായി അങ്ങനെ നിൽക്കുകയാണ്. മാർക്കിന്റെ തൊട്ട് മുകളിൽ അയാൾ ചാടി ഉയർന്ന് ആ മുറം പോലെ ഇരിക്കുന്ന കൈകൊണ്ട് ആഞ്ഞൊരു അച്ചയിടി. മാർക്ക് ഫെല്ലർ തന്റെ കോസ്മിക് ഫോമിൽ അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ്. മാർക്കിന്റെ കോസ്മിക് ഫോമിലുള്ള ഇടിയായിട്ട് പോലും ആ പീക്ക് ലെവൽ മാർക്യൂസിന്റെ ആ മുറം പോലുള്ള കൈകൊണ്ടുള്ള അടി മാർക്കിനെ കാര്യമായി ഏറ്റു. കോസ്മിക് ഫോമിൽ നിൽക്കുന്ന മാർക്ക് ശരിക്കും ഒന്ന് പതുങ്ങിയെന്ന് പറയാം. പക്ഷെ മാർക്ക് വിട്ടുകൊടുക്കാതെ വീണ്ടും പഞ്ച് ചെയ്യാണ്. ഈ നിമിഷത്തിൽ ആ മനുഷ്യൻ അയാളുടെ 2 കൈയും
ആകാശത്തേക്ക് ഉയർത്തി രണ്ട് കൈയും അതിവേഗം താഴേക്ക് താഴ്ത്തി. ആ നിമിഷത്തിൽ ഡസൻ കണക്കിന് നീല രശ്മികൾ മാർക്കിന്റെ ആ കോസ്മിക് ഫോമിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ആ കോസ്മിക് ഫോമിന്റെ മുകളിലേക്ക് ആ രശ്മികൾ കുറച്ച് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്, ആകാശത്ത് നിന്ന് മഴ പെയ്യും പോലെ ആ നീല രശ്മികൾ മാർക്കിന്റെ പുറത്തുകൂടി അങ്ങനെ താഴോട്ട് വരികയാണ്. ആ രശ്മികൾ കോസ്മിക് ഫോമിൽ തട്ടുമ്പോൾ ആ കോസ്മിക് ഫോമിന്റെ ഉള്ളിലുള്ള മാർക്ക് ഫെല്ലർ മാർക്കിന്റെ കൈ നീട്ടുന്നതനുസരിച്ച് ആ പുറത്തുള്ള രൂപത്തിന്റെ കൈയും ചലിക്കുന്നുണ്ട്. ശരിക്കും ശക്തമായി മാർക്ക് ആ നീലരശ്മികളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്, അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കിന്റെ ആ ഇടികളെ പക്ഷേ ആ തണുത്തുറഞ്ഞ നീല രശ്മികൾ അതിജീവിക്കുകയാണ്. നിമിഷങ്ങൾ കഴിയുന്തോറും ഡൂവാന്റെ അറ്റാക്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാർക്ക് ഫെല്ലർ മാറുകയാണ്. മാർക്കിന്റെ കോസ്മിക് ഫോമിന് പോലും ആ പീക്ക് ലെവൽ മാർക്കസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ യാഥാർത്ഥ്യം മാർക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. മാർക്ക് പരമാവധി സമയം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കിനറിയാം, ഇനി ഏതാനും മിനിറ്റുകൾ കൂടി പിടിച്ചു നിന്നാൽ മീശ ആ രൂപങ്ങളെ ജീവിപ്പിക്കുന്നു. അവ പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പീക്ക് ലെവൽ മാർക്കസുകളെ നേരിടാൻ തനിക്കൊരു ബുദ്ധിമുട്ടും വരില്ല എന്നൊരു വിശ്വാസം മാർക്കിനുണ്ട്. അങ്ങനെ വിശ്വസിക്കുമ്പോഴും മാർക്കിന്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. ആ രണ്ട് ഡെഡ് ബോഡികളെയും നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുമോ എന്നുള്ള സംശയമാണ് ആ സമയത്തും മാർക്കിന്റെ ഉള്ളിലുള്ളത്. ആ ചിന്തകളൊക്കെ ഉള്ളിലുള്ള മാർക്ക് കോസ്മിക് ഫോമിൽ ശരിക്കും പുറകോട്ട് നീങ്ങി. മാർക്ക് പുറകോട്ട് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് ഡൂവാൻ മാർക്കിനടുത്തേക്ക് വരികയാണ്. മാർക്ക് ആ കളത്തിനടുത്തേക്ക് പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഡ്യൂവാനുമായി ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കണമെന്ന് പറയാം. പക്ഷെ ഈ സമയത്ത് ഇരുട്ടാണ്. ശരിക്കും അവരുടെ ആ ഫൈറ്റ് ഉണ്ടാക്കുന്ന പ്രകാശമല്ലാതെ മറ്റൊരു പ്രകാശവും അവിടെയില്ല. നല്ല ഇരുട്ടത്ത് മാർക്ക് ഫെല്ലറും ആ ഡ്യൂവാൻ എന്ന അതികായനും തമ്മിലുള്ള ആ ഫൈറ്റ് എങ്ങനെ നടക്കുമ്പോൾ ഡ്യൂവാൻ അവൻ്റെ രണ്ട് കൈയും ഒന്ന് മുറുക്കി പിടിച്ചു. ഇതുവരെ ആ രശ്മികൾ പതുക്കെ താഴോട്ട് അയക്കുന്ന അയാൾ രണ്ട് കൈയും മുറുക്കി പിടിച്ചിട്ട് അതിശക്തമായ ഒരു ഒറ്റ പഞ്ച്. കോസ്മിക് ഫോമിനകത്തുള്ള മാർക്ക് ഫെല്ലർ അതിശക്തമായി ആ പഞ്ച് ഒന്ന് തടഞ്ഞെങ്കിലും കോസ്മിക് ഫോമിനെ അത് തകർത്തു. കോസ്മിക് ഫോമിനെ ആ ഇടി തകർത്തതും മാർക്ക് ഫെല്ലർ കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിലേക്ക് ആ ബ്രോൺസ് വാൾ വന്നു. രക്തത്തിന്റെ നിറമുള്ള ആ വാള് കയ്യിലേക്ക് വന്നതും മാർക്ക് ഫെല്ലർ കോസ്മിക് ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ആ വാൾ ഉപയോഗിച്ച് തന്റെ നേരെ വരുന്ന ആ നീലപ്രകാശത്തിന് നേരെ ആഞ്ഞു വീശി തുടങ്ങി. മാർക്കിന്റെ ഇന്റേണൽ എനർജി ആ സോഡിലേക്ക് വന്നതും അതിൽ നിന്നുണ്ടായ സോഡ് ലൈറ്റ് ശരിക്കും 40 അടി നീളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സോഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടായി മാർക്കിന്റെ ഫൈറ്റ്. ഡ്യൂവാന്റെ ഭാര്യ പെട്ടെന്ന് മാർക്കിന്റെ മറുഭാഗത്തുനിന്ന് മാർക്കിനെതിരെ അവളുടെ കൈയൊന്ന് ചലിപ്പിച്ചു. മുൻഭാഗത്തുനിന്ന് ഡ്യൂവാനും പുറകു ഭാഗത്തുനിന്ന് ആ സ്ത്രീയും അവരുടെ കൈ ചലിപ്പിച്ചതും ഒരു നീലപ്രകാശം മാർക്കിന് ചുറ്റുമായി ഉണ്ടായി. നേരത്തേക്ക് അനവധി റേസുകളായിട്ട് മാർക്കിന്റെ പുറത്തു വീണ ആ പ്രകാശം ഇപ്പോൾ ഒരു വലയത്തിന്റെ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ കയ്യിലുള്ള വാള് രണ്ട് കൈകൊണ്ട് പിടിച്ച് ആഞ്ഞു വെട്ടുകയാണ്. ആ വെട്ട് അതിശക്തമായിട്ട് തന്നെ ആ നീലപ്രകാശത്തിൽ വീഴുന്നുണ്ട്. ആ നീലപ്രകാശം ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആയാലും ആ നിമിഷം ആ നീലപ്രകാശം കൂട്ടി യോജിപ്പിക്കപ്പെടുകയാണ്. ഡ്യൂവാനും അയാളുടെ ഭാര്യയും ഒരുമിച്ച് മാർക്ക് ഫെല്ലർക്ക് നേരെ ആ പ്രകാശത്തെ കേന്ദ്രീകരിപ്പിച്ചതും മാർക്കിന്റെ വെട്ടുകളുടെ ശക്തി കുറഞ്ഞു വരികയാണ്. അധികം സമയം കഴിയുമ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. മാർക്കിന്റെ വലത് കൈയിലെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുകയാണ്. ആ വാള് അതിശക്തമായി പിടിച്ചതുകൊണ്ട് മാർക്കിന്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. മാർക്ക് രണ്ട് കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇടത് കൈ അധികം ബലം കൊടുക്കാൻ പറ്റില്ല. മാർക്ക് ഒരു കാര്യം ഇപ്പൊ മനസ്സിലാക്കി. മാർക്കിന് ചുറ്റുമായി ഉണ്ടായിരുന്ന ആ നീലപ്രകാശം മാർക്കിനടുത്തേക്ക് അടുത്തടുത്ത് വരികയാണ്. ആ പ്രകാശം മാർക്കിനടുത്തേക്ക് അടുത്തടുത്തടുത്ത് വരുന്നതനുസരിച്ച് മാർക്കിന് മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ കൂടിപ്പോവുകയാണ്. മാർക്ക് വാളുകൊണ്ട് ചുറ്റും ആഞ്ഞു വെട്ടുന്നുണ്ടെങ്കിലും ആ പ്രകാശം അടുത്തടുത്ത് വരുന്നതോടുകൂടി മാർക്കിന്റെ കയ്യിലുള്ള വാള് സാവധാനം താഴേക്ക് വീണു. മാർക്ക് പെട്ടു. ആ പ്രകാശം മാർക്കിനെ ഇങ്ങനെ ഞെരിച്ചമർത്തുകയാണ്. മാർക്കിന് ആ പ്രകാശം അങ്ങനെ ഞെരിച്ചമർത്തുമ്പോൾ മാർക്ക് ഏതാണ്ട് താഴെ വീഴുമെന്ന സ്റ്റേജായി. മാർക്ക് രണ്ട് കാലും തറയിൽ ബലപ്പിച്ച് വെച്ച്
പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ പ്രകാശത്തിന്റെ ശക്തി കൂടിയതും മാർക്ക് ഫെല്ലർ താഴേക്ക് വീണു. താഴേക്ക് വീണ മാർക്ക് ഫെല്ലർ നോക്കി ഡ്യുവാന്റെ ഭാര്യ ഡ്യുവാനോട് പറഞ്ഞു, ഡ്യുവാൻ, ഇവൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും ശക്തനാണ്. ഇത്രയും ശക്തിയുള്ള ബോഡിയുള്ള ഒരാളെ ഞാൻ ആദ്യമായി കാണുകയാണ്. സാധാരണഗതിയിൽ ഒരാളും അവരുടെ ആ പ്രഷറൈസിങ് ടെക്നിക്കിനെ അതിജീവിക്കാറില്ല. തറയെ വീണിട്ടും മാർക്ക് ഫെല്ലർ ആ ചുറ്റുമുള്ള ബൗണ്ടറിയെ ഭേദിക്കാൻ ശ്രമം നടത്തുന്നത് കണ്ടതുകൊണ്ടാണ് ആ സെക്സി ലേഡി ഡ്യുവാനോട് അങ്ങനെ പറഞ്ഞത്. അതിന് ഡ്യുവാൻ മറുപടി പറയാനായിട്ട് വാ തുറക്കുമ്പോൾ കുറച്ച് മാറി ഒരു ശബ്ദം അയാൾ കേട്ടു. ശബ്ദം കേട്ട ദിക്കിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്യുവാന്റെ ഭാര്യയും അങ്ങോട്ട് നോക്കുകയാണ്. കുറച്ച് മാറി കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശവലയം അപ്പോഴാണ് അവിടെ ദൃഷ്ടിപ്പെടുന്നത്. ആ പ്രകാശവലയത്തിന് നടുക്കായി സൈക്കിളിന്റെ പിടി പോലെ മീശയുള്ള ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. ആ മനുഷ്യന്റെ തൊട്ടു മുന്നിൽ നിന്നാണ് പ്രകാശം ആകാശത്തേക്ക് അങ്ങനെ ജ്വലിച്ചുയർന്നത്. 2 റോക്കറ്റുകൾ മുകളിലേക്ക് പോകുന്ന പോലെ പ്രകാശം താഴ്ന്ന മുകളിലേക്ക് അങ്ങ് പോവുകയാണ്. താഴ്ന്ന മുകളിലേക്ക് പോയ പ്രകാശം നിൽക്കുന്നില്ല, വീണ്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും താഴെ നിന്ന് എന്തോ ജ്വലിച്ച് മുകളിലേക്ക് ഉയരുന്ന ഒരു പ്രതീതിയാണ് അത് കണ്ടപ്പോൾ ഡ്യുവാനും ഭാര്യയ്ക്കും തോന്നിയത്. അവർ അവിടെ എത്തിയ സമയത്ത് മാർക്ക് അവരുമായി എതിരിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയിൽ യഥാർത്ഥത്തിൽ ആ കളം പെട്ടിരുന്നില്ല. ആ കളം പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. ഇരുട്ടത്തിരുന്നാണ് യഥാർത്ഥത്തിൽ മീശ അയാളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പ്രകാശം അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ ആ പ്രകാശം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെട്ടത്തിൽ ആ കളം ഇപ്പൊ പൂർണ്ണമായും അവർക്ക് കാണാം. അമ്പരപ്പോടെ ഡ്യുവാനും ആ ലേഡിയും അങ്ങോട്ട് നോക്കുമ്പോൾ മീശ അയാൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പുറകോട്ട് ഓടി മാറുന്നത് അവർ കണ്ടു. കളത്തിന്റെ നടുക്ക് ഇരിക്കുകയായിരുന്ന മീശ ഓടി മാറുന്ന കാഴ്ച തറയിൽ വീണ് കിടക്കുന്ന മാർക്ക് ഫെല്ലറും കണ്ടു. മാർക്ക് മീശയും കളത്തിനെയും അവിടെ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ ആ പ്രകാശം മുകളിലേക്ക് ഉയരുന്ന ഭാഗത്ത് ഒരു അനക്കം. മാർക്ക് ആ ഭാഗത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഈ സമയത്ത് ഡ്യുവാനും ഡ്യുവാന്റെ ഭാര്യയും ആ കാഴ്ച കണ്ടു. കളത്തിന്റെ ഒത്ത് നടക്കുന്ന 2 ആളുകൾ സാവധാനം എണീക്കുകയാണ്. ശക്തരായ 2 ആളുകൾ എണീറ്റ് അങ്ങനെ നിന്നതും ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരുന്ന ആ പ്രകാശം അസ്തമിച്ചു. ഇപ്പോ ആ കളത്തിലുള്ള പ്രകാശം അവിടെ ആ കളത്തിന് ചുറ്റുമായി പെട്ടെന്ന് കത്തിയ ചില ലൈറ്റുകളാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ക്രമീകരണമാണ് മീശ അവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ആ പ്രകാശം അവസാനിച്ചതും ആ കളത്തിന് ചുറ്റുമായി പല സ്ഥലത്തും ചില ലൈറ്റുകൾ തെളിയുകയാണ്. നമ്മൾ ചെറിയ ചെരാതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ ലഭിക്കുന്ന അത്രയും പ്രകാശം പല മൂലയിലായിട്ടും ഉണ്ടായി. ആ പ്രകാശത്തിൻ്റെയൊക്കെ നടുക്ക് 2 ആളുകൾ നിൽക്കുകയാണ്. നല്ല ശക്തമായ ബോഡിയുള്ള ഒരാളും ലേശം തടിയുള്ള ഒരാളും. അങ്ങനെ നമുക്ക് ആ ബോഡികളെ കാണാൻ പറ്റും. ആ ബോഡികളെ കണ്ടതും കിടക്കിയായിരുന്ന മാർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏ സീനിയേഴ്സ്, ഇങ്ങോട്ട്. മാർക്ക് ഫെല്ലറുടെ ശബ്ദം കേട്ടതും ആ ഭാഗത്തേക്ക് ആ 2 ബോഡിയും തിരിഞ്ഞു. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറോടായി മീശ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാർക്ക്, ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യ്. എന്താണ് ചെയ്യേണ്ടതെന്ന് മീശ മാർക്കിനോട് നിർദ്ദേശിച്ചതാണ്. മാർക്കിന് മീശയുടെ നിർദ്ദേശം കിട്ടിയതും മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴും മാർക്കിന്റെ പ്രശ്നമുണ്ട്. മാർക്കിന്റെ ബോഡി മാത്രമല്ല, ഡിവൈൻ സെൻസ് വരെ ആ നീലപ്രകാശം കൊണ്ട് ഡ്യുവാനും ഭാര്യയും കൂടി നിയന്ത്രിച്ചിരിക്കുകയാണ്. ശരിക്കും മാർക്കിന്റെ പുറത്ത് എല്ലാ മേഖലയിലും അത് പ്രസിദ്ധീകരിക്കുകയാണ്. മാർക്ക് തന്റെ കഴിവ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ നെറ്റിയിലേക്ക് ആ എല്ലാ ഊർജവും കേന്ദ്രീകരിച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് ഒരു സുവർണ പ്രകാശം പെട്ടെന്ന് ആ ഡെഡ് ബോഡികളിൽ ഒരാളുടെ നെറ്റിൽ തന്നെ വന്ന് തറച്ചു. ആ നെറ്റിയിൽ പ്രകാശം തറച്ച വ്യക്തിയോടായി മാർക്ക് ഉറക്കെ പറഞ്ഞു, ഏയ്, ഇവിടെ വന്ന് എന്നെ രക്ഷിക്കേ. കേൾക്കേണ്ട താമസം ആ ഡെഡ് ബോഡി മാർക്കിന് നേരെ അങ്ങനെ നടന്നു വരികയാണ്. മാർക്കിന് നേരെ ആ ബോഡി നടന്നു വരുമ്പോൾ അതൊരു ഡെഡ് ബോഡിയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ ഡെഡ് ബോഡി ശരിക്കും ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ബോഡിയാണ്.
മാസ്ക് ധരിച്ച ആ സ്ത്രീയുടെ ശവപ്പെട്ടിയുടെ ഇടത്തും വലത്തുമായി കണ്ട ആ നിമിഷത്തിലെ മാർക്ക് അക്കാര്യം ശ്രദ്ധിച്ചിരുന്നു. ആ രണ്ട് ബോഡിക്കും ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സിലാണ് ആ തടിയൻ മാർക്ക് നേരെ നടന്നു വരുന്നത്. മറ്റേ ആളെക്കാളും കുറച്ചുകൂടി തടിയുള്ള ആളാണ്. മാർക്കിന്റെ അടുത്തേക്ക് അയാൾ നടന്നു വന്നതും മാർക്ക് അയാളോട് പറഞ്ഞു, എന്നെ രക്ഷിക്കേ. മാർക്കിനടുത്തേക്ക് ആ തടിയൻ നടന്നു വരുന്നത് ലസ് കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് ഡ്യൂവാനും ഭാര്യയും. മാർക്കിന്റെ തൊട്ടടുത്തെത്തിയ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാനായി ഡ്യൂവാനും ഭാര്യയും കൗതുകത്തോട് നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ കൈ ഒന്ന് ഉയർത്തി അയാൾ ആ നീലപ്രകാശത്തിൽ തൊട്ടു. അതിനുശേഷം പേപ്പർ ഏതെങ്കിലും പൊതിയിൽ നിന്ന് വലിച്ച് ഇളക്കും പോലെ അയാൾ ആ നീലപ്രകാശത്തിൽ ഒരു വലി. ശരിക്കും പേപ്പർ ഇളകി പോകും പോലെ മാർക്ക് ഫെല്ലർക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ മാന്ത്രിക കവചം പതുക്കെ അങ്ങ് ഇളകി മാറി. ഈ കാഴ്ച വിശ്വസിക്കാനാവാത്ത മുഖഭാവത്തോടെ കണ്ടു നിൽക്കുകയാണ് ഡ്യൂവാനും അയാളുടെ ഭാര്യയും. രണ്ടുപേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഹാൻഡ് പാലസിന്റെ ഒരു മാന്ത്രിക സ്പെല്ലാണ് അവരവിടെ ഉപയോഗിച്ചത്. മാർക്ക് ഫെല്ലറുടെ ആ കോസ്മിക് ഫോമിനെ വെല്ലാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് അവർ ആ മെത്തേഡ് ഉപയോഗിച്ചത്. ആ മെത്തേഡിൽ സൃഷ്ടിക്കപ്പെട്ട ആ കവചത്തെ ഇതാ ഒരു പേപ്പർ വലിച്ചു കീറും പോലെ ആള് വലിച്ചു കീറുകയാണ്. ആ പേപ്പർ പോലെ ആ നീലപ്രകാശം വലിച്ചു കീറിയതും മാർക്ക് ഫെല്ലർ ചാടി എണീറ്റു. മാർക്കിന്റെ ശ്വാസം നേരെ വീഴുകയാണ്. മാർക്ക് ആശ്വാസത്തോടെ ആ തടിയനോട് പറഞ്ഞു, കൊല്ലവനെ. കേൾക്കേണ്ട താമസം ആ തടിയൻ ഡ്യൂവാനെ നേരെ തിരിഞ്ഞു. ഡ്യൂവാന് ഏകദേശം 7 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. അതിശക്തനാണ് ഡ്യൂവാൻ. പീക്ക് ലെവൽ മാർക്കിസുമാണ്. അയാൾ തനിക്ക് നേരെ നടന്നു വരുന്ന ആ തടിയനെ ഒന്ന് നോക്കി. അതിനുശേഷം അയാൾ കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അതിശക്തമായ ഒരു പ്രകാശം അയാളുടെ കയ്യിൽ നിന്ന് ആ രൂപത്തിന് നേരെ വന്നു. രൂപത്തിന് നേരെ അതിശക്തമായി വന്ന പ്രകാശത്തെ ആ രൂപം കൈ കൊണ്ടൊന്ന് ചലിപ്പിച്ചതും ആ പ്രകാശം അങ്ങ് മാറിപ്പോയി. ഈ കാഴ്ച ഡ്യൂവാന്റെ ഭാര്യയാണ് കൂടുതൽ ഞെട്ടിച്ചത്. അവൾ പെട്ടെന്ന് പുറകോട്ട് മാറി. എന്തോ അശുഭകരമായ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവക്ക് ആ നിമിഷം ഉണ്ടായി. അടുത്ത നിമിഷത്തിൽ അവൾ അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറുടെ മുന്നിൽ നിൽക്കുന്ന തടിയൻ 2 സ്റ്റെപ്പ് കൊണ്ട് ഡ്യൂവാന്റെ തൊട്ടടുത്തെത്തി. ഡ്യൂവാൻ ആ നിമിഷത്തിൽ തന്റെ കൈയൊന്ന് മുറുക്കി ശക്തമായി ആ രൂപത്തെ ഒന്ന് പഞ്ച് ചെയ്തു. തന്റെ മുന്നിലേക്ക് വന്ന ആ രൂപത്തിന് നെഞ്ചിലേക്ക് ആഞ്ഞിടിക്കുകയായിരുന്നു ഡ്യൂവാൻ. ഡ്യൂവാന്റെ ഇടി ആ രൂപത്തിന് നെഞ്ചിൽ പതിച്ചതും ഡ്യൂവാൻ കൈയൊന്ന് കുടഞ്ഞു. ശരിക്കും അയാളുടെ കൈ പാറയിൽ ഇടിച്ചതുപോലെ അയാൾക്ക് ഫീൽ ചെയ്യാണ്. അതേ നിമിഷത്തിൽ ഡ്യൂവാന്റെ ഇടിയേറ്റ ആ രൂപം ഇടത് കൈകൊണ്ട് ഡ്യൂവാന്റെ കഴുത്തിലങ്ങ് പിടിച്ചു. ഡ്യൂവാന്റെ കഴുത്തിൽ പിടിച്ച ആ രൂപം ഒറ്റ ഞെക്ക്. ഡ്യൂവാനെ ഏതാനും അടി പുറകിൽ നിൽക്കുന്ന ഡ്യൂവാന്റെ ഭാര്യ ശരിക്കും ഞെട്ടലോടെ അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. ഡ്യൂവാന്റെ തല അവന്റെ കഴുത്തിൽ നിന്ന് അടർന്ന് ആ രൂപത്തിന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഏകദേശം 7 അടിയോളം പൊക്കമുള്ള ഡ്യൂവാന്റെ ബോഡി ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് സാവധാനം താഴേക്ക് വീണു. ആ നിമിഷത്തിലും ആ രൂപത്തിന്റെ കയ്യിൽ ആ തലയുണ്ട്. ആ തലയിലേക്ക് നോക്കിയിട്ട് ആ രൂപം ആ തല പതുക്കെ ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ അത് ചെറു കഷ്ണങ്ങളായി പൊടിഞ്ഞ് താഴേക്ക് വീണു. ഇത്രയും നേരം ഡ്യൂവാൻ എന്ന ആ പീക്ക് ലെവൽ മാർക്കസിന്റെ ബോഡിക്ക് അലങ്കാരമായിരുന്ന ആ തല ഇതാ ചെറു കഷ്ണങ്ങളായി ചിതറി താഴെ വീഴുകയാണ്. ഈ കാഴ്ച കണ്ട ഡ്യൂവാന്റെ ഭാര്യ അല്പം ദൂരേക്ക് ഓടി മാറിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഹാൻഡ് പാലസിലെ 4ാമത്തെ ആളാണ് കൊന്നത്. ഇതിന്റെ ഫലം നീ അനുഭവിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവളൊരു ഒറ്റ മുങ്ങൽ. ശരിക്കും അവൾക്ക് അൺബിലീവബിളായ വേഗതയിൽ ഓടി മാറാനുള്ള ഒരു ശേഷിയുണ്ടെന്ന് അവളുടെ ആ ഓട്ടം കണ്ടപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. അവളെ പിന്തുടരാനൊന്നും മാർക്ക് ശ്രമിച്ചില്ല. മാർക്ക് താഴെ വീണ് കിടക്കുന്ന ഡ്യൂവാന്റെ ഡെഡ് ബോഡിയിലേക്ക് നോക്കിയിട്ട് ഡ്യൂവാന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ഡാൻഡിയൻ പോയിന്റ് ഒന്ന് ഇടിച്ചു തുറന്ന് കൈ അകത്തേക്കിട്ട് തിരിച്ചെടുത്തതും മാർക്കിന്റെ കയ്യിൽ ആ ഗോൾഡൻ കോറുണ്ട്. ആ ഗോൾഡൻ കോറിലേക്ക് ഒന്ന് നോക്കിയിട്ട് മാർക്ക് ആ ഗോൾഡൻ കോറങ്ങ് വിഴുങ്ങി. മാർക്ക് ആദ്യമായിട്ടാണ് ഒരു പീക്ക് ലെവൽ മാർക്കസിന്റെ ഗോൾഡൻ കോർ വിഴുങ്ങുന്നത്. സ്പിരിച്വൽ എനർജിയുടെ വൻ ശേഖരമാണ് ഈ ഗോൾഡൻ കോർ എന്ന് പറയുന്നത്. ആ ഗോൾഡൻ കോർ മാർക്കിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ സ്പിരിച്വൽ എനർജിയുടെ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക്
മാർക്കിന്റെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആ ഊർജ്ജത്തെ സർക്കുലേറ്റ് ചെയ്യിപ്പിച്ചു. മാർക്ക് കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ കൊണ്ട് സകല ഊർജവും ചെലവഴിച്ചാണ് ഡ്യൂവാന് എതിരെ പിടിച്ചു നിന്നത്. കോസ്മിക് ഫോം എന്ന് പറയുന്നത് വൻതോതിൽ ഊർജം നഷ്ടമാകുന്ന ഒരു പ്രക്രിയയാണ്. മുന്നിൽ നിൽക്കുന്ന ആളുടെ മുന്നിൽ വലുതായി പ്രത്യക്ഷപ്പെടാന്ന് പറയുമ്പോൾ അത്രയേറെ ഊർജം അവിടെ ഉപയോഗിക്കേണ്ടി വരും. യഥാർത്ഥ മാർക്ക് ആ രൂപത്തിനകത്ത് ചെറിയ രൂപത്തിലായിരിക്കും. ശരിക്കും മറ്റാളുകളുടെ മുന്നിലേക്ക് ഒരു ഊർജ പ്രസാരണം തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഫലമായി ഒരുപാട് ഊർജം നഷ്ടപ്പെട്ട മാർക്കിന് ആ ഊർജം നിമിഷ നേരം കൊണ്ട് തിരിച്ചു കിട്ടുകയാണ്. അതായിരുന്നു ആ പീക്ക് ലെവൽ മാർക്കസിന്റെ ഗോൾഡൻ കോറിന്റെ പ്രത്യേകത. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന മീശയുടെ അടുത്തേക്ക് മാർക്ക് ആ തടിയിലുമായി എത്തി. ഈ സമയത്താണ് ഷിയാവു അവൾ കിടന്നിടത്തുനിന്ന് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് അവൾ തല ഉയർത്തി നോക്കുമ്പോൾ ചുറ്റും പ്രകാശം കാണുന്നുണ്ട്. മാർക്ക്, നേരം വെളുക്കാറായോ? അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഷിയ അറിഞ്ഞിട്ടേയില്ല. അവളുടെ ചോദ്യം കേട്ടതും മാർക്ക് പറഞ്ഞു, ഷിയ, നീ ശരിക്കും നന്നായിട്ട് ഉറങ്ങിയല്ലേ? അതെ മാർക്ക്, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയി. ഷിയ സംസാരിക്കുമ്പോൾ അല്പം ഭയത്തോടെ മാറി നിന്ന് കേൾക്കുകയാണ് മീശ. മീശയ്ക്ക് ഷിയോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല. മാർക്കും ഷിയും ആ രണ്ട് ബോഡികളും മീശയുമായി അവിടെ നിന്ന് നേരെ തിരിച്ചത് ഗ്രീൻ മൂൺ വില്ലയിലേക്കാണ്. യാത്രക്കിടയിൽ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ബോഡികൾക്ക് 3 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. അത് ഒരു വാണിംഗ് ആണ്. മാർക്ക് ആ ബോഡികൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് കടന്നു കയറി അവിടെ നിന്ന് എമിലി ബ്ലാക്കിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ലക്ഷ്യമാണ് മാർക്കിന്റെ മുന്നിലുള്ളത്. അക്കാര്യം മീശയ്ക്ക് അറിയാം. പക്ഷേ ആകെയുള്ള സമയം 72 മണിക്കൂറാണ്. അത് മീശ മാർക്കിനെ ഓർമ്മിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് അതിവേഗം ഷിയാവുമായി ഗ്രീൻ മൂൺ വില്ലയിലെത്തി. ഗ്രീൻ മൂൺ വില്ലയിലെത്തിയപ്പോൾ മാർക്കിനൊപ്പമുള്ള ആളുകളെ കണ്ട സെക്ഷൻ മാസ്റ്റർ ഷെനി ആനിക്ക് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതാരൊക്കെ? ഇത് ഷിയ, എന്റെ അനുജത്തിയാണ്. ഇനി ഇവൾ ഇവിടെ കാണും. അങ്ങനെ ഷെനി ആനിക്കിനോട് മാർക്ക് പറഞ്ഞപ്പോൾ ഷെനി ആനിക്കിന് സന്തോഷമായി. മാർക്കുമായി ബന്ധമുള്ള ഒരാള് അവിടെ ഉള്ളത് എന്തായാലും നല്ലതാണ്. അക്കാര്യം ഷെനി ആനിക്കിന് അറിയാം. അപ്പോഴാണ് ഷെനി ആനിക്ക് മാർക്കിന്റെ പുറകിൽ നിൽക്കുന്ന ആ 2 മനുഷ്യന്മാരെ കണ്ടത്. അവരെ കണ്ടതും ഷെനി ആനിക്ക് മാർക്കിനോട് ചോദിച്ചു, ഇതാരൊക്കെയാ മാർക്ക്? മാർക്ക് ആ തടിയനെ നോക്കിയിട്ട് ഷെനി ആനിക്കിനോട് പറഞ്ഞു, ഇവന്റെ പേര് തടിയൻ. മറ്റൊരു നോക്കിയിട്ട് മാർക്ക് പറഞ്ഞു, ഇവന്റെ പേര് ശക്തൻ. തടിയനും ശക്തനും. മാർക്ക് പെട്ടെന്ന് 2 പേരിട്ട് അങ്ങനെ പറഞ്ഞതും അത് കേട്ട് ഷെനി ആനിക്ക് ചിരിച്ചതും ഷെനി ആനിക്കിനോട് മാർക്ക് പറഞ്ഞു, ഷിയെ അകത്തേക്ക് കൊണ്ടുപോകും, അവക്കൊരു മുറി കാണിച്ചു കൊടുക്കും. ഷിയാവുമായി ഷെനി ആനിക്ക് അകത്തേക്ക് പോയ നിമിഷത്തിൽ മീശ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, യുവമാര് ജീവിച്ചിരുന്ന സമയത്ത് ഈ പേര് നീ അവന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും അവന്മാര് നിന്നെ അടിച്ചു കൊന്നനെ. തടിയനെയും ആ ശക്തനെയും നോക്കി മാർക്ക് ഫെല്ലറോട് മീശ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ഇവരുമായിട്ട് ന്യൂ സെലസിലേക്ക് പോവുകയാണ്. മാർക്കിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം മീശയ്ക്ക് അറിയാവുന്നതുകൊണ്ട് മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സമയത്തെക്കുറിച്ച് ശരിക്കും ബോധം ഉണ്ടാവണം. 72 മണിക്കൂറിനകത്ത് മാർക്കിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഇപ്പൊ തന്നെ കുറെ മണിക്കൂറുകൾ നഷ്ടമായി കഴിഞ്ഞു. ആ കാര്യവും മാർക്കിന് അറിയാം. പിറ്റേ ദിവസം നേരം പുലർന്നു. നേരം പുലർന്ന് ഏകദേശം ഒരു 9 മണി 10 മണിയാകും. ആ സമയത്ത് ഷിയ ഹാങ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഗേറ്റിനടുത്ത് നിൽക്കുകയാണ്. ഗേറ്റിനടുത്ത് ഷിയ എല്ലാ ദിവസവും രാവിലെ അങ്ങനെ വന്ന് നിൽക്കും. പുറകിൽ കൈകെട്ടി ഷിയ ഹാങ് അങ്ങനെ നിൽക്കുമ്പോൾ ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ആളുകൾ ഷിയെ കണ്ട് വിഷ് ചെയ്യും. സാധാരണഗതിയിൽ ഷിയെ കണ്ട് വിഷ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ഷിയ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ പക്ഷേ അവർ വിഷ് ചെയ്യുന്നത് ഹലോ പ്രസിഡന്റ് ഷിയ എന്ന് പറഞ്ഞിട്ടാണ്. ആ വൈസ് എന്നുള്ള വേർഡ് ആളുകൾ അങ്ങ് വെട്ടുകയാണ്. അതിന്റെ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അനവധി സംഭവങ്ങളാണ്. മാർക്ക് ഫെല്ലറെ ഷിയ ഹാങ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഷിയുടെ വില ആ അസോസിയേഷനിൽ ഒത്തിരി കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് മാർക്ക് ഫെല്ലറെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പരാജയപ്പെട്ടതിന് ശേഷം ന്യൂ സെലസിലെ സകല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും തലവന്മാർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ വല്ലാതെ പ്രഷറൈസ് ചെയ്തിരുന്നു.
ഒരു സാധാരണക്കാരനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ഈ അസോസിയേഷൻ എന്താ അസോസിയേഷൻ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. സകലരും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെതിരെ തിരിഞ്ഞപ്പോൾ ആ ആളുകളുമായിട്ടൊക്കെ ലൈസൻസുള്ള ഷിയ ഹാങ് ശരിക്കും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വേണ്ടി അതിശക്തമായി ഇടപെടുകയായിരുന്നു. അയാൾ കുറേ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സകല ബന്ധങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചത്. സകല പ്രഭു കുടുംബങ്ങളെയും ശാന്തരാക്കുവാൻ ഷിയ ഹാങ്ങിന്റെ ഇടപെടൽ വഴിയാണ് കഴിഞ്ഞത്. അത് ഷിയ ഹാങ്ങിന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് വല്ലാത്ത പേരുണ്ടാക്കി. അതുകൊണ്ട് തന്നെ സകലരും ഇപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന് വിളിക്കത്തില്ല, ഷിയ ഹാങ്ങിനെ പ്രസിഡന്റ് എന്നേ വിളിക്കും. ഷിയ ഹാങ്ങിന് അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖം തോന്നും. അങ്ങനെ ഒരാള് സംബോധന ചെയ്ത് അകത്തേക്ക് പോയ ആ നിമിഷത്തിൽ പുറകുന്ന ഒരു ശബ്ദം, ഏയ് ഷിയ. ശബ്ദം കേട്ട് ശരിക്കും ഷിയ ഞെട്ടിന്ന് പറയാം. ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്ന ഷിയ ഹാങ് കണ്ടത് മാർക്ക് ഫെല്ലറെയും രണ്ട് അപരിചിതരെയുമാണ്. ഏയ് മാർക്ക്, നീ എന്താ ഇവിടെ? ഏയ് ഷിയ, എനിക്ക് പ്രസിഡന്റ് ക്യൂ ഷിന്നുമായിട്ട് ഒന്ന് സംസാരിക്കണം. ഈ മാർക്ക്, നീ എന്തായി പറയുന്നത്? നിന്നെ കണ്ട അപ്പോഴവർ പിടികൂടില്ലേ? ഷിയ ഹാങ് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഏയ് ഷിയ, അതൊന്നും നീ ആലോചിക്കേണ്ട കാര്യമല്ല. നീ ഉടൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മീറ്റിങ്ങിന് ഏർപ്പാടി. എനിക്ക് പ്രസിഡന്റ് ക്യൂ ഷിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. മാർക്ക് ഫെല്ലറും ഷിയ ഹാങ്ങും കൂടി അങ്ങനെ ഗേറ്റിനടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അകത്ത് പ്രസിഡന്റ് ക്യൂ ഷിന്നിന്റെ മുറിയിൽ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ക്യൂ ഷിന്നിന്റെ സെക്രട്ടറിക്ക് പുറമെ 3 പർപ്പിൾ വസ്ത്രധാരികളുണ്ട്, 8 ബ്ലാക്ക് റോബ് വസ്ത്രധാരികളുമുണ്ട്. ഒരു 11 അംഗ ടീമിനെ ക്യൂ ഷിൻ വീണ്ടും രംഗത്തിറക്കാൻ പോവുകയാണ്. ആ ടീമിനോടായി ക്യൂ ഷിൻ പറഞ്ഞു, നമുക്ക് ഇതുവരെയായിട്ടും മാർക്ക് ഫെല്ലറെ പിടികൂടാൻ പറ്റിയിട്ടില്ല. അവനെ പിടികൂടേണ്ടതിന്റെ ആവശ്യകത കൂടിക്കൂടി വരികയാണ്. ക്യൂ ഷിൻ അത്രയും പറഞ്ഞതും ആ കൂട്ടത്തിലെ ഒരു പർപ്പിൾ വേഷധാരി ക്യൂ ഷിനോട് ചോദിച്ചു, പ്രസിഡന്റ് ക്യൂ ഷിൻ, അവൻ എവിടെ ഉണ്ടെന്ന് പറ, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. അവനെ ഇപ്പൊ ഞാൻ തീർത്തു തരാം. അയാൾ ശരിക്കും കോൺഫിഡൻസ് ഉള്ള ആളാണ്. ലേറ്റ് ലെവൽ മാർക്യൂസായ അയാൾക്ക് മാർക്ക് ഫെല്ലർ ഒരു വിഷയമല്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. മാർക്ക് ഫെല്ലർ ആ മരുഭൂമിയിൽ വെച്ച് 3 പർപ്പിൾ ലെവൽ മാർക്യൂസുകാരെ കൊലപ്പെടുത്തിയിരുന്നു. ആ ട്രൂ ഫയറിലേക്ക് അവരുടെ ഡെഡ് ബോഡി എടുത്ത് മാർക്ക് എറിയുകയും ചെയ്താണ്. അതിന് മാർക്കിന് കഴിഞ്ഞത് ഒരു പ്രത്യേക കാര്യം കൊണ്ടാണ്. ഏകദേശം 1 മാസത്തോളം സമയം ആ 3 പർപ്പിൾ വേഷധാരികളും ആ ഡെസർട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതിന്റെ ഫലമായി അവരുടെ ഇന്റേണൽ എനർജി മുഴുവൻ ഏതാണ്ട് ക്ഷയിച്ച സമയത്താണ് മാർക്ക് അവരുമായി ഏറ്റുമുട്ടിയത്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ അവിടെ ക്യൂ ഷിനോട് സംസാരിക്കുന്ന ആ പർപ്പിൾ വേഷധാരികൾക്കുണ്ട്. അന്ന് ആ പർപ്പിൾ വേഷധാരികൾക്ക് പറ്റിയ അബദ്ധം ഇവർക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പാണ്. പർപ്പിൾ വേഷധാരി അത് പറഞ്ഞതും ക്യൂ ഷിൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതും അത് പറയാൻ വേണ്ടിയാണ്. മാർക്ക് ഗ്രീൻ മൂൺ വില്ലയിൽ എത്തിയെന്ന് എനിക്കിപ്പോൾ ഇൻഫർമേഷൻ കിട്ടി. തലേദിവസം രാത്രി മാർക്ക് ഫെല്ലർ ഗ്രീൻ മൂൺ വില്ലയിൽ എത്തിയ കാര്യം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അവിടെയുള്ള ചാരന്മാർ പ്രസിഡന്റ് ക്യൂ ഷിനെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരം അറിഞ്ഞതുകൊണ്ടാണ് അയാൾ ഉടൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. പ്രസിഡന്റ്, എങ്കിൽ ഞങ്ങൾ ഗ്രീൻ മൂൺ വില്ലയിലേക്ക് തിരിക്കാം. അങ്ങനെ അവർ പറഞ്ഞ നിമിഷത്തിൽ വാതിൽ തള്ളി തുറന്നുകൊണ്ട് സാക്ഷാൽ ഷിയ ഹാങ് അകത്തേക്ക് വന്നു. ഷിയ ഹാങ് ആ മുറിയിലേക്ക് കയറി വരുന്ന കണ്ടതും ക്യൂ ഷിൻ ഷിയ ഹാങ്ങിനോട് തട്ടിക്കയറിയാണ്. ഷിയ ഹാങ്, എന്താ ഇത്? ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണെന്ന് അറിഞ്ഞൂടെ? അനുവാദമില്ലാതെ മുറിക്കകത്ത് എന്തിനാ കിടന്നത്? പ്രസിഡന്റ് ക്യൂ ഷിൻ, എനിക്ക് താങ്കളോട് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഷിയ ഹാങ് ക്യൂ ഷിന്റെ തൊട്ടുമുള്ള കസേര വന്നിരുന്നു. ഇരുന്നു മാത്രമല്ല, അയാൾ ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുകയും ചെയ്തു. ശരിക്കും ഒരു അഹങ്കാരത്തോടെയുള്ള ഒരു ഭാവം ഷിയ ഹാങ്ങിന്റെ ആ പെരുമാറ്റത്തിലുണ്ട്. അത് കണ്ടതും ക്യൂ ഷിൻ ദേഷ്യത്തോടെ ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ ഹാങ്, എന്താ ഇത്? എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും ഡോറിൽ മുട്ടി അനുവാദം വാങ്ങിച്ചിട്ടില്ലേ അകത്തേക്ക് വരാവൂ? പ്രസിഡന്റ്, അതിനൊന്നുള്ള സമയമല്ല എന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. മിസ്റ്റർ മാർക്ക് ഫെല്ലർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. മാർക്കിന് എന്നോട് സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? അല്ല, അവനെവിടെ? അവനിവിടെ ഉണ്ട്, ഈ ഗേറ്റിനടുത്ത് നിൽക്കുകയാണ്. ഷിയ ഹാങ്, നീ എന്താ പറയുന്നത്? അവൻ ഈ ഗേറ്റ് വന്നോ? നീ തമാശ പറയാതെ. അത് കേട്ടതും ഷിയ ഹാങ്
ചാടി എണീറ്റു. ഏയ് പ്രസിഡന്റ് ക്യൂഷനൻ, നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് ഷിയാഹെങ് അതിവേഗം ആ മുറിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ശരിക്കും ഈ രംഗങ്ങളിൽ ശരിക്കും ഷിയാഹെങ്ങിന്റെ പെരുമാറ്റം ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകൾക്കും വളരെ അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് പ്രസിഡന്റ് ക്യൂഷനൻ അയാളുടെ സെക്രട്ടറിയോട് പറഞ്ഞു, ഏയ് നീ പോയൊന്ന് നോക്കിയേ, അവൻ പറഞ്ഞ സത്യമാണെന്ന് അറിയാലോ. പ്രസിഡന്റ് ക്യൂഷനൻ അത് പറഞ്ഞതും സെക്രട്ടറി ഷിയാഹെങ്ങിന് പുറകെ ആ വാതിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഷിയാഹെങ് പോയി കഴിഞ്ഞതും ക്യൂഷനും അകത്തുള്ള ആളുകളും തമ്മിൽ മാർക്ക് ഫെല്ലറെ എതിരിടാനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ക്യൂഷനൻ അയാളുടെ മേശപ്പുറത്തിരിക്കുന്ന റൂളർ കയ്യിലെടുത്ത് എല്ലാവരും ഒന്ന് കാണിച്ചു. ഇത് മാർഷൽ സെയിന്റ് വെപ്പണാണ്. ഈ വെപ്പൺ നമ്മൾ എന്തായാലും മാർക്കിനെതിരെ ഉപയോഗിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അയാൾ അത്രയേ പറഞ്ഞുള്ളൂ. ആ നിമിഷത്തിൽ വാതിൽ തള്ളി തുറന്ന് സെക്രട്ടറി അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുന്ന സെക്രട്ടറിയുടെ മുഖം ഒറ്റ നോട്ട് തന്നെ എല്ലാവരും ശ്രദ്ധ പിടിച്ചു പറ്റും. അവന്റെ കവിളിൽ ആരുടെ കൈ നന്നായി പതിഞ്ഞിട്ടുണ്ട്. വിരലുകൾ തെളിഞ്ഞു കാണാം. ഏയ് എന്താ എന്താ ഇത്? ഏയ് നിന്റെ കവിളെന്ത് പറ്റി? പ്രസിഡന്റ് ക്യൂഷൻ അത് ചോദിച്ചതും അവൻ പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ ശരിയാണ്. ആ മാർക്ക് ഫെല്ലർ ഇവിടെ എത്തിയിട്ടുണ്ട്. ദാ എന്റെ കവിളിൽ അവന്റെ കൈയാണ്. ഞാൻ അവനെ കോൺഫറൻസ് റൂമിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവിടെ എത്തിയെന്നും അവരുടെ ആ അസോസിയേഷനകത്തെ കോൺഫറൻസ് റൂമിനകത്ത് ക്യൂഷനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ സകലരും ചാടി എണീറ്റു. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരിതാ കേട്ടിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് ഗോഡ് ഓഫ് ഫോർ ലാരി ഹോംസ് രക്ഷിച്ചു കൊണ്ടുപോയ കക്ഷിയാണ് ഈ മാർക്ക് ഫെല്ലർ. അയാൾ ഇതാ അതേ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് അയാൾ കോൺഫറൻസ് റൂമിൽ വെയിറ്റ് ചെയ്യാണ് പോലും. പ്രസിഡന്റ് ക്യൂഷനുമായി ഒരു നെഗോഷിയേഷനാണ് അയാൾ വന്നിരിക്കുന്ന പോലും. സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പ് എല്ലാവർക്കും ഉണ്ട്. അല്പസമയം കഴിഞ്ഞതും ആ എൻഡിയർ ടീം നേരെ കോൺഫറൻസ് ഹാളിലെത്തി. അവരെ കോൺഫറൻസ് ഹാളിലെത്തുമ്പോൾ സാധാരണയിൽ പ്രസിഡന്റ് ക്യൂഷനിൽ ഇരിക്കുന്ന കസേരയിൽ ഇപ്പോൾ മാർക്ക് ഫെല്ലർ ഇരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ഇടതും വലതുമായി 2 ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. ശക്തരായ 2 മനുഷ്യരാണ്. ഈ കാഴ്ച അകത്തേക്ക് കയറിയ ആ നിമിഷത്ത് തന്നെ ക്യൂഷനും കണ്ടു. ക്യൂഷനെയും കൂട്ടരെയും കണ്ടതും മാർക്ക് ക്യൂഷനോട് പറഞ്ഞു, ആ മിസ്റ്റർ ക്യൂഷൻ ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. സംസാരിക്കാനോ? മാർക്ക് ഫെല്ലർ, നീ എന്ത് പ്രമാണിച്ചാണ് ഇങ്ങോട്ട് വന്നത്? എന്തായാലും നിന്റെ ഈ ധൈര്യം അത് സമ്മതിച്ചു തരാതെ നിർവാഹമില്ല. ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കോൺഫറൻസ് ഹാളിലേക്ക് ഈ ധൈര്യത്തിൽ ഒരാളും കടന്നു വരത്തില്ല. മാർക്ക്, നിന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, നിന്റെ അഭിനന്ദനം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മാർക്ക് ഫെല്ലർ അത്രയും പറഞ്ഞതും ക്യൂഷനൻ മാർക്കിനോട് പറഞ്ഞു, നിന്നോട് ഞാൻ സംസാരിക്കാനും? ഏയ് മാർക്ക് ഫെല്ലർ, ഞാൻ ആരെന്നാ നീ ധരിച്ചിരിക്കുന്നത്? ക്യൂഷനൻ, താൻ ആരെന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്? ഇനിയും ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണോ? മാർക്ക്, സമന്മാരോടെ നെഗോഷിയേഷൻ നടത്താറുള്ളൂ. നിന്നെ പോലെ താഴേക്കിടുള്ള ഒരാളോട് ഞാൻ എന്തിന് നെഗോഷിയേറ്റ് ചെയ്യണം? ഓഹോ, നെഗോഷിയേഷൻ തുല്യലൂടെ പറ്റുമല്ലേ? ഈ നിൽക്കുന്ന ആളുകൾ നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണോ നീ ശക്തരാണെന്ന് നീ ധരിക്കുന്നത്? അങ്ങനെ ചോദിച്ചിട്ട് മാർക്ക് അടുത്തിരിക്കുന്ന തടിയനോട് പറഞ്ഞു, തടിയ, അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. തടിയൻ അത് കേട്ടതും എണീറ്റു. തടിയൻ എണീറ്റ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ക്യൂഷനൊപ്പമുള്ള 3 പർപ്പിൾ വേഷധാരികളും ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ആ പർപ്പിൾ വേഷധാരികളോട് ക്യൂഷൻ പറഞ്ഞു, അവനെയും അവന്റെ കൂട്ടരെയും അങ്ങ് തീർത്തേക്ക്. ഇനി ഒരുത്തനും ഈ ശൈലിയിൽ ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്തേക്ക് കയറി വരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതും ആ പർപ്പിൾ വേഷധാരികൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അതിൽ ലീഡർ എന്ന് തോന്നുന്ന ആളാണ് ഏറ്റവും മുന്നിൽ നടക്കുന്നത്. അയാൾ കൂളായിട്ട് നടന്നു വരുമ്പോൾ നമ്മുടെ തടിയന്റെ തൊട്ടടുത്ത തറയി മാർക്ക് ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ആ തടിയനെ നിയന്ത്രിക്കുകയാണ്. ആ തടിയന്റെ തൊട്ടു മുന്നിൽ ആ പർപ്പിൾ വേഷധാരി എത്തിയതും മാർക്ക് തടിയനോട് പറഞ്ഞു, അവനെ അങ്ങ് തീർത്തേക്ക്. കേൾക്കേണ്ട താമസം ആ തടിയൻ കൈ ഒന്ന് ഉയർത്തി. കൈ ഉയർത്തിയ ആ തടിയൻ ആ കൈ കൊണ്ട് ആ പർപ്പിൾ വേഷധാരിയുടെ തലയിൽ ഒരു തട്ട്, ശരിക്കും നമ്മള് ഏതെങ്കിലും സാധനത്തിന് മുകളിൽ ചെറിയ തട്ടുപോലെ അതുപോലെ ഒരു തട്ട്. പർപ്പിൾ വേഷധാരി തന്റെ മുന്നിൽ നിൽക്കുന്ന ആള് കൈ ഉയർത്തി തന്നെ തട്ടുന്നത് കൃത്യമായി കണ്ടതുമാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ഞെട്ടിയത്
അവന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ആ 2 പർപ്പിൾ വേഷധാരികളുമാണ്. കാരണം അവരുടെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന പർപ്പിൾ വേഷധാരി പൊട്ടിച്ചിതറി മാംസവും രക്തവുമായി മാറി അവരുടെ ഡ്രസ്സിലേക്ക് ഇപ്പൊ വീണ് കിടക്കുകയാണ്. ശരിക്കും ആ തടിയൻ വെറും 2 വിരലുകൊണ്ട് ആ പർപ്പിൾ വേഷധാരിയുടെ തലയിൽ ഒന്ന് തട്ടിയതാണ്. ആ നിമിഷത്ത് തല ഉൾപ്പെടെയുള്ള ബോഡി ചിതറിപ്പോയി. ആ ബോഡിയുടെ മുകൾ ഭാഗമാണ് പൂർണ്ണമായും ചിതറിയത്, ബാക്കി ഭാഗം താഴേക്ക് വീണ് കിടക്കുകയാണ്. ശരിക്കും ആ ഹാളിലെ മുഴുവൻ ആളുകളുടെയും ശ്വാസം നിലച്ചു പോയ ഒരു നിമിഷം. ആ 2 പർപ്പിൾ വേഷധാരികളും മുന്നോട്ട് പോണോ പിന്നോട്ട് പോണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അവർക്ക് ചിന്തിക്കാൻ പറ്റും മുമ്പ് അവരുടെ 2 പേരുടെയും കഴുത്തിൽ നമ്മുടെ തടിയന്റെ കൈ പതിച്ചിരുന്നു. ശരിക്കും അതിവേഗതയിൽ അയാൾ അവിടെ എത്തുകയും അവിടെ കഴുത്തി പിടിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ കഴുത്ത് രണ്ടും ആ തടിയൻ പതുക്കെ ഒന്ന് മുറുക്കി. അമ്പരപ്പിക്കുന്ന അവിശ്വസനീയതയോടുകൂടി ബാക്കിയുള്ള 8 കറുത്ത വസ്ത്രധാരികളും ആ കാഴ്ച കണ്ടു. അവരെക്കാൾ എത്രയെങ്കിലും മടങ്ങി ശക്തരായ 2 പർപ്പിൾ വേഷധാരികളെ ഇതാ കോഴിയുടെ കഴുത്തി പിടിച്ച് ഞെക്കും പോലെ ഒരാള് ഞെക്കി കൊല്ലുന്നു. ആ 2 ഡെഡ് ബോഡി താഴെ വീണതും ആ തടിയൻ ആ ഡെഡ് ബോഡികളുടെ വയറ്റിൽ നിന്ന് ആ ഗോൾഡൻ കോറുകൾ പുറത്തെടുത്തു. ആദ്യം കൊല്ലപ്പെട്ട ആളുടെ കൂടി എടുത്തതിന് ശേഷം ആ 3 ഗോൾഡൻ കോറുമായി ആ തടിയൻ നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. ആ 3 ഗോൾഡൻ കോറും അയാൾ മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തു. മാർക്കിന്റെ കയ്യിലേക്ക് വന്ന ആ 3 ഗോൾഡൻ കോറും നോക്കിയിട്ട് മാർക്ക് ആ ഗോൾഡൻ കോറിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പതുക്കങ്ങ് വിഴുങ്ങി. ഈ സമയത്ത് ആ ആക്ഷൻ അല്ലാതെ ആ ഹാളിൽ വേറെ ആക്ഷൻ ഒന്നുമില്ല. മാർക്ക് ഫെല്ലർ തന്നെ അമ്പരപ്പോടെ നോക്കിയാണ് ക്യൂഷന് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അതിശക്തരായ ഫൈറ്റേഴ്സ് ആണ് പർപ്പിൾ വേഷധാരികൾ. ആ കൊല്ലപ്പെട്ട 3 പേരും ലേറ്റ് ലെവൽ മാർക്വിസ്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ 8th ലെവൽ മാർക്വിസ്റ്റ് ആണ് അവർ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് പീക്ക് ലെവലാണ്. പീക്ക് ലെവൽ കഴിഞ്ഞാൽ പിന്നെ മാർഷൽ സെയിന്റ് ആണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് പുറത്തിറക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തരായ യോദ്ധാക്കളെ ഇതാ സെക്കൻഡുകൾ കൊണ്ട് മാർക്ക് ഫെല്ലറുടെ കൂടെ വന്നാൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അയാളുടെ ശക്തി എന്താണ്? ആ ഒരു ചോദ്യവും ചിന്തയുമാണ് ഈ സമയത്ത് ക്യൂഷന്റെ മനസ്സിലേക്ക് വരുന്നത്. ക്യൂഷനെ നോക്കിക്കൊണ്ട് ആ സമയത്ത് മാർക്ക് ഫെല്ലർ 2ാമത്തെ ആ ഗോൾഡൻ കോറും അങ്ങ് വിഴുങ്ങി. മാർക്ക് ഫെല്ലറെ ക്യൂഷനോട് പറഞ്ഞു, ക്യൂഷൻ ഇപ്പോ നമുക്ക് സംസാരിക്കാമല്ലേ? ഇപ്പോ നമ്മള് തരക്കാരല്ലേ? മാർക്ക് ഫെല്ലറുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ ക്യൂഷനൻ ആ വടി മാർക്കിന് നേരെ ഒന്ന് ചൂണ്ടി. അയാളുടെ കയ്യിരിക്കുന്നത് ആ റൂളറാണ്. അത് കണ്ടതും മാർക്ക് 3ാമത്തെ ആ ഗോൾഡൻ കോറും ഒന്ന് വിഴുങ്ങിയിട്ട് മാർക്കിന്റെ ബോഡിക്കുള്ളിൽ ആ മെറിഡിയൻ സർക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ മാർക്ക് ഇടതുവശത്തേക്ക് ആ തടിയനെ ചേർത്ത് നിർത്തി. ക്യൂഷൻ ആ റൂളർ മാർക്കിന് നേരെ ചൂണ്ടിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്റെ കൂടെയുള്ളവർ എത്ര ശക്തരാണെങ്കിലും ഈ മാർഷൽ സെയിന്റ് വെപ്പൺ തടുക്കാൻ അവർക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആ സെയിന്റ് വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അയാൾ ആ വെപ്പണിൽ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ആ വെപ്പൺ ഒന്ന് പ്രകാശിച്ചു തുടങ്ങിയാണ്. ശരിക്കും അതിന്റെ പ്രകാശം അതിശക്തമായി കൂടി വന്നതും അയാൾ ആ പ്രകാശം മാർക്കിന് നേരെ ചാനലൈസ് ചെയ്തു. മാർക്ക് ആ നിമിഷത്തിൽ തടിയനോട് പറഞ്ഞു, ആ പ്രകാശത്തെ തടയും. കേൾക്കേണ്ട താമസം ആ ബോഡി മാർക്കിന്റെ മുന്നിലേക്ക് കയറിയ ആ തടിയൻ മാർക്കിന് നേരെ പാഞ്ഞു വന്ന പ്രകാശത്തിനെതിരെ കൈ ഒന്ന് വിടർത്തി. ശരിക്കും ആ മാർഷൽ സെയിന്റ് വെപ്പൺ എന്നുള്ള അറ്റാക്ക് ചെറിയൊരു മത്താപ്പ് കത്തിയതുപോലെ പെട്ടെന്ന് കത്തിപ്പോയി. ഈ കാഴ്ച കണ്ട ക്യൂഷനിന്റെ കിളിപ്പോയി എന്ന് പറയാം. അയാൾ വീണ്ടും ആ മാർഷൽ സെയിന്റ് വെപ്പൺ ശക്തമായി ആക്ടിവേറ്റ് ചെയ്ത് മാർക്കിന് നേരെ ഒന്ന് തെളിച്ചതും മാർക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ബോഡി മാർക്കിന്റെ മുന്നിലൂടെ ആ പ്രകാശത്തിന് നേരെ നടക്കുകയാണ്. ക്യൂഷന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ പ്രകാശത്തെ തടുത്തുകൊണ്ട് ആ ബോഡി അടുത്തെത്തുകയും ക്യൂഷന്റെ കയ്യിൽ നിന്ന് ആ വടിങ്ങ് വലിച്ചെടുക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ക്യൂഷന് മനസ്സിലാകും മുമ്പ് ആ റൂളർ തടിയൻ തിരിച്ചു കൊണ്ടുവന്ന് മാർക്ക് ഫെല്ലറുടെ കൈ കൊടുത്തു. ഇപ്പോൾ മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഇതാ ആ മാർഷൽ ആർട്സ് സെയിന്റ് വെപ്പൺ ഇരിക്കുകയാണ്. ആ രൂപം തന്നെ പാഞ്ഞു വന്നപ്പോ ഭയന്നുപോയ ക്യൂഷന്
എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ റൂളർ ആ രൂപം പിടിച്ചെടുത്തതാണ്. മാർക്ക് ഫെല്ലറുടെ കയ്യിലേക്ക് ആ സെയിം വെപ്പൺ എത്തിയത് കണ്ടതും ക്യൂഷൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അത് തന്നാ ഞാൻ നിന്നെ ഇവിടുന്ന് വിടാം. ക്യൂഷനൻ, ഞാൻ ഈ വെപ്പൺ തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നീ എമിലി ബ്ലാക്കിനെ ഇപ്പോ സ്വതന്ത്രയാക്കണം. മാർക്ക് ഫെല്ലർ, അതൊന്നും ഞാൻ വിചാരിച്ചത് നടക്കത്തില്ല. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ എണീറ്റു. മാർക്കിനൊപ്പമുള്ള ആ 2 ആളുകളുമായി പ്രിസൺ നിര നടന്നു. മാർക്ക് ഫെല്ലർ മാർക്കിനൊപ്പമുള്ള ആ തടിയനും ശക്തനുമായി നടന്നെത്തിയത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ പ്രിസൺ ഗേറ്റിലാണ്. ഒരു കാരണവശാലും ഒരാളെ കൊണ്ട് തകർക്കാൻ പറ്റാത്ത ഗേറ്റാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ജയിലിലേക്കുള്ള ഗേറ്റ് എന്ന് പറയുന്നത്. ആ ഗേറ്റിനടുത്തെത്തിയതും മാർക്ക് ശക്തനോട് പറഞ്ഞു, തുറക്ക്. കേൾക്കേണ്ട താമസം ശക്തൻ ചെറുതായിട്ടൊന്ന് തള്ളി. ആ നിമിഷത്തിൽ ആ ഗേറ്റെല്ലാം കൂടെ പറഞ്ഞ് താഴെ വീണു. ആ ഗേറ്റ് തള്ളി താഴെയിട്ട കാഴ്ച കണ്ട് മാർക്ക് പോലും ശരിക്കും ഒന്ന് കണ്ണു തള്ളിപ്പോയി എന്ന് പറയാം. മാർക്ക് ഫെല്ലറും ആ 2 വ്യക്തികളും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ പ്രിസണകത്തേക്ക് നടക്കുകയാണ്. അവര് അകത്തേക്ക് നടക്കുമ്പോൾ അവിടെയുള്ള ജയിൽ മുറികളിലുള്ള ആളുകൾ അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. 1 മാസത്തിന് മുന്നേ മാർക്ക് ഫെല്ലറെ അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കൊണ്ടുപോയ കാഴ്ച അവർക്ക് ഓർമ്മയുണ്ട്. ഇതാ മാർക്ക് ഫെല്ലർ വീണ്ടും ജയിലിലേക്ക് വരുന്നു. അന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കൊണ്ടുപോയ മാർക്കിനെ ഗോഡ് ഓഫ് ഫോർ ലാരി ഹോംസ് മോചിപ്പിച്ചു കൊണ്ടുപോയ കഥ ജയിലിലെ ഗാർഡുകൾ പറഞ്ഞ് അവരൊക്കെ അറിഞ്ഞതാണ്. വീണ്ടും ഇതാ മാർക്ക് ഫെല്ലർ ജയിലിലേക്ക് വരികയാണ്. മാർക്കിന്റെ തൊട്ടു പുറകെ ശക്തരായ 2 ആളുകൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ അർത്ഥം മാർക്ക് വീണ്ടും പിടികൂടപ്പെട്ടു എന്നാണ്. പുതിയ ഗാർഡുകളായിരിക്കും മാർക്കിനൊപ്പമുള്ളത്. ആ ഒരു ചിന്തയാണ് പലർക്കും ഉള്ളത്. പല ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, മാർക്ക് എന്ത് പറ്റി? അവരോടൊന്നും ഉത്തരം പറയാൻ നിൽക്കാതെ മാർക്ക് കൈ കാണിച്ചുകൊണ്ട് അതിവേഗം നടന്ന് എമിലി ബ്ലാക്കിനെ ഇട്ടിരിക്കുന്ന ആ സെല്ലിന്റെ മുന്നിലെത്തി. ആ സെല്ലിന്റെ മുന്നിലെത്തിയ മാർക്ക് ശരിക്കും ഒരു നിമിഷം ഒന്നും പറയാനാകാതെ നിശ്ചലമായി അങ്ങനെ നിന്നു പോവുകയാണ്. ആ സെല്ലിനകത്ത് എമിലി ബ്ലാക്ക് ഇല്ല. ആ സെല്ലിനകത്ത് എമിലി ബ്ലാക്ക് ഇല്ലെന്ന് കണ്ടതും മാർക്ക് അടുത്തുള്ള മുറികളിലുള്ള ആളോട് ചോദിച്ചു, എമിലി എവിടെ പോയി? മാർക്ക്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എമിലി ഇവിടുന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. മാർക്ക്, എന്താ സംഭവം? ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരങ്ങനെ ചോദിക്കുകയാണ്. മാർക്ക് ഒന്നും വിടാതെ അതിവേഗം തിരിച്ചറിഞ്ഞു. മാർക്ക് ഫെല്ലർ ആ 2 തടിമാടന്മാർക്കൊപ്പം തിരിച്ച് നടന്നു പോകുന്ന കാഴ്ച ജയിലിൽ കിടക്കുന്ന ആ മാർക്കസുകളൊക്കെ എന്തെന്ന് പറയാൻ കഴിയാത്ത ഭാവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനായ ജയിലിനുള്ളിലേക്ക് ഇങ്ങനെ കൂളായി വരാനും പോകാനും ഒരാൾക്ക് കഴിയുമെന്ന് അവരെങ്ങനെയാ വിചാരിക്കുക? മാർക്ക് ഫെല്ലർ ആ തടിയനും ശക്തനുമായി ജയിലിന്റെ പുറത്തെത്തി നേരെ എത്തിയത് ആ കോൺഫറൻസ് റൂമിലാണ്. കോൺഫറൻസ് റൂമിൽ ആ സമയത്ത് ക്യൂഷനൻ ബാക്കിയുള്ള ആളുകളോട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കിനെ പൂട്ടാം, എന്ത് ചെയ്യാം എന്നാണ് അവർ ആലോചിക്കുന്നത്. ആ സമയത്താണ് മാർക്ക് അകത്തേക്ക് കയറി വന്നത്. അകത്തേക്ക് കയറി വന്ന മാർക്ക് ഇടത് കൈകൊണ്ട് ക്യൂഷനെ പിടിച്ചങ്ങ് പൊക്കി. ശരിക്കും അപ്രതീക്ഷിതമായി ക്യൂഷനെ എടുത്തു പൊക്കിയ മാർക്ക് അവിടെയുള്ള ഒരു മേശപ്പുറത്തേക്ക് ഒരു ഒറ്റ ഇടി. ക്യൂഷൻ മേശയും എല്ലാം കൂടെ താഴെ പൊടിഞ്ഞു വീണു. തറയിലേക്ക് വീണ ക്യൂഷനെ എടുത്ത് പൊക്കി നിർത്തിയിട്ട് മാർക്ക് ക്യൂഷനോട് പറഞ്ഞു, എവിടെ എമിലി? മാർക്കിന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ശക്തിയെക്കുറിച്ച് നല്ല ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ക്യൂഷൻ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ക്യൂഷൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യമായിട്ടും എനിക്കറിയത്തില്ല. ക്യൂഷനൻ, നിങ്ങൾ ഈ ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ പ്രസിഡന്റാണ്, എന്നോട് കളവ് പറയരുത്. മാർക്ക്, സത്യമാണ് ഞാൻ പറഞ്ഞത്. മാർക്ക്, ഞാൻ വെറും ആലങ്കാരിക പ്രസിഡന്റ് മാത്രമാണ്. എനിക്ക് പോൽ വേറെ ആളുകളുണ്ട്. അവർ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ എമിലി ഇവിടുന്ന് കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ക്യൂഷനെ കോളർ തൂക്കി എടുത്തുകൊണ്ട് നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് നേരെ നടന്നു കയറിയത് അവിടുത്തെ സെൻട്രൽ ഹാളിലേക്കാണ്. സെൻട്രൽ ഹാളിൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. സകല മാർഷൽ ആർട്ടിസ്റ്റുകളും ആ ഹാളിൽ വരാറുണ്ട്. വിശ്വസിക്കാനാവാത്തൊരു കാഴ്ചയാണ് ആ ഹാളിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കണ്ടത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനെ കോളർ തൂക്കി വലിച്ചെടുത്തുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ഹാളിലേക്ക് വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. എന്താണ് സംഭവിക്കുന്നത് അവർക്കൊരു പിടുത്തവുമില്ല. അമ്പരപ്പോടെ എല്ലാവരും അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ പ്രസിഡന്റ് ക്യൂഷനെ ആ ശക്തന് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, ഈ ക്യൂഷനൻ
ഇനി എന്റെ തടവിലായിരിക്കും. ഞാൻ ജഗ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് 3 ദിവസത്തെ സമയം അനുവദിക്കുകയാണ്. 3 ദിവസത്തിനകം എമിലി ബ്ലാക്കിനെ എന്റെ മുന്നിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഞാൻ ഈ പ്രസന്റ് ക്യൂഷനെ അങ്ങ് കൊല്ലും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മുന്നോട്ട് നടക്കുമ്പോൾ ആ ശക്തൻ ക്യൂഷനെ ഒരു കൈകൊണ്ട് എടുത്തുപൊക്കി മാർക്കിനൊപ്പം നടക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.